90% ആളുകളും ദൈവത്തെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച്, ഗോഡ്, ഖുദ, ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോകത്തുടനീളമുള്ള മനുഷ്യ സമൂഹം അവരുടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ കയ്യിൽ വെക്കുന്നത് മുഹമ്മദ് നബിയെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യേശു, ഈസാ മസീഹിനെ കുറിച്ച്, ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മോശ പ്രവാചകനെ കുറിച്ച് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവൊക്കെ മോശയുടെ അനുയായിയാണെന്നാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭീകര നേതാക്കന്മാർ, ഭീകര ഇസ്രായേൽ, ആ ഭീകര രാജ്യത്തിന്റെ ഭീകരനായ പ്രധാനമന്ത്രിയാണ് മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. അയാൾ മോശ പ്രവാചകന്റെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തമ്മാടി രാജ്യം നിലകൊള്ളുന്നത് മുതൽ ഒരിക്കലും ചരിത്രത്തിൽ നമ്മൾ കേൾക്കാനും പറയാനും ആഗ്രഹിക്കാത്ത വണ്ണമുള്ള നരവേട്ട, വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനയാളുടെ പിൻബലം മോശ പ്രവാചകനാണ് പോലും, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് പോലും, അതുപോലെ തന്നെ ബൈബിളാണ് പോലും. ഓൾഡ് ടെസ്റ്റ് ബൈബിൾ, തൗറാത്ത് വെച്ചുകൊണ്ടാണ് മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഈ നെറികേടുകൾ മുഴുവൻ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് മഹാനവറുകൾ ഷെയ്ഖ് മൗലാന ട്രംപാണ്. അയാൾ അടുത്ത കാലത്തൊന്നും ലോകത്തിന് ഇത്രയും വലിയൊരു നേതാവിനെ കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾ എന്താണ് എന്നുള്ളത് അയാൾക്ക് പോലും പറയാൻ കഴിയില്ല. അത്രമാത്രം അമേരിക്കയിലെ തന്നെ വലിയ നേതാക്കന്മാരും മനഃശാസ്ത്ര വിദഗ്ധന്മാരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു അപൂർവ ജനുസ്സാണ്. ഈ രൂപത്തിലും ഭാവത്തിലും ഒരു സൃഷ്ടി ഇനി ഉണ്ടാകണമെങ്കിൽ പോലും ധാരാളം സമയമെടുക്കേണ്ടി വരും. അത്രമാത്രം എന്തിലാണ് അദ്ദേഹം രമിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്, എന്ത് പ്രചോദനമാണ് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനൊന്നും യാതൊരു ലക്കും ലഗാനും അതിരടയാളങ്ങളോ വരമ്പും അതിലോ ഒന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നത് ജീസസിനെ പ്രതിനിധീകരിക്കാൻ, കർത്താവായ യഹോവയെ പ്രതിനിധീകരിക്കാൻ, ഇഞ്ചീൽ എന്ന് പറയുന്ന, ന്യൂ ടെസ്റ്റ് എന്ന് പറയുന്ന ബൈബിളിന്റെ ഈസാ പ്രവാചകന്റെ പ്രതിനിധീകരണമാണ് മിസ്റ്റർ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലടക്കമുള്ള പല സഹോദരന്മാരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് രാമനും കൃഷ്ണനും വ്യാസനും വാൽമീകിയും ബുദ്ധനും ജൈനനും ഒക്കെ ഒരേ ചർച്ചാ വിഷയമാണ്. യു പിയിലെ യോഗിയും നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുമൊക്കെ രാമകൃഷ്ണന്മാരുടെ അടിസ്ഥാനത്തിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം ഓം ശാന്തി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അതിന്റെ പ്രചോദകമായ സംവിധാനങ്ങളും അതിന്റെ ആൾക്കൂട്ട സംവിധാനങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ രാമായണമുണ്ട് പോലും, മഹാഭാരതമുണ്ട് പോലും, അതുപോലെ തന്നെ ഉപനിഷത്തുകളും ശ്രുതികളും സ്മൃതികളും പുരാണങ്ങളുമൊക്കെ വേദോതിഹാസങ്ങളുമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ സംഘപരിവാരവും അതിന്റെ വർത്തമാനകാലത്തെ ഭരണകൂടവും അതിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നവർ പറയുന്നു. RSS പോലും പറയുന്നത് പരബ്രഹ്മത്തിന് വേണ്ടിയാണ്, പരമാത്മാവിന് വേണ്ടിയാണ്, പരമസായുജ്യം അടയുന്നതിന് വേണ്ടിയാണ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. അങ്ങനെ പറയാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇതിലൊന്നും ഒതുങ്ങേണ്ടതല്ലാതെ ലോകത്ത് 90% പക്ഷെ പുതിയൊരു തിയറി ഇപ്പൊ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിനേക്കാൾ വലിയ കപടമാണ്. കാരണം അവർ സംസാരിക്കുന്നത് എത്തിസം, അനാർക്കിസം, അതുപോലെ തന്നെ ലിബറലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം ആവശ്യമില്ല, കർത്താവ് ആവശ്യമില്ല, അള്ളാഹു ആവശ്യമില്ല, ഗോഡ് ആവശ്യമില്ല, ഖുദ ആവശ്യമില്ല, യഹോവയെ ആവശ്യമില്ല, ഒന്നിനെയും നിങ്ങൾ പിടിക്കേണ്ടതില്ല. ഈ മുഹമ്മദും ജീസസും മോശയും രാമനും കൃഷ്ണനും അബ്രഹാമും ബുദ്ധനും ജൈനനും ഒക്കെ പരമ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ലോകത്തെ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം ഖുർആനും ഇഞ്ചീലും തൗറാത്തും സന്തവസ്ഥയും തിരുക്കുറളും ധർമ്മപദവും ഭഗവത്ഗീതയും അതുപോലെ തന്നെ വേദോതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിഭീകരന്മാരായ കപടന്മാർ, അതിരുകളില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ, വളയമില്ലാതെ ചാടിക്കൊണ്ടിരിക്കുന്നവർ, ലളിതസുന്ദരമായ ചോദ്യങ്ങളിലൂടെ അപകടകരമായ കിളികളിലും കുഴികളിലും ചുഴികളിലും ആഴ്ത്തി മനുഷ്യത്വത്തിന്റെ തന്നെ സകല അതിരുകളെയും അതിലംഘിക്കുന്ന കപട കാട്ടാളന്മാരായി മനുഷ്യരെ വാർത്തെടുക്കാൻ പറ്റുന്ന നിരീശ്വരവാദ നിർമ്മതവാദ. എന്നിട്ട് അവർ പറയും ഹാപ്പിനെസ് ഉള്ളത് ദൈവമില്ലാത്തിടത്താണ്, വേദഗ്രന്ഥങ്ങളില്ലാത്തിടത്താണ്, പ്രവാചകന്മാരില്ലാത്തിടത്താണ്, പുണ്യപുരുഷന്മാരില്ലാത്തിടത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ സൂചികയൊക്കെ കാണിച്ച്
വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ അതിഗംഭീരമായ സ്വഭാവത്തിൽ കടിഞ്ഞാണിട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള കുതന്ത്രങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ അതിന്റെ വേരുകളിലേക്കും അതിന്റെ DNA-കളിലേക്കും ഒക്കെ നമ്മൾ ചുഴിഞ്ഞിറങ്ങിയാൽ ആരാണിവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആരുടെ പ്രൊജക്റ്റാണിവർ, ആരാണിവരെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവസാനം അത് നമ്മൾ ചെന്നെത്തുന്നത് സംഘപരിവാരത്തിലാണ്, സയണിസത്തിലാണ്, ക്യാപിറ്റലിസത്തിലാണ്, ലിബറലിസത്തിലാണ്, ആ സ്യൂഡോ സെക്യുലർ സംവിധാനങ്ങളിലാണ്, കപട ജനാധിപത്യ സംവിധാനങ്ങളിലാണ്. ലോക ക്യാപിറ്റലിസത്തിന്റെ മുതലാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ഉരുപ്പടികളിലൊന്നായി 21ാം നൂറ്റാണ്ടിലേക്ക് പുതിയ കാലഘട്ടത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്ത്രപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ ഇവിടെ പോകാനാണല്ലാതെ നമ്മൾ പോകേണ്ടതില്ല. അതേസമയം വളരെ ഗൗരവതരമായ ശ്രദ്ധയും പരിഗണനയും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മനുഷ്യനായി ജീവിക്കാൻ അവനെ പ്രചോദിപ്പിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിലും കൊണ്ടുപോയി മനുഷ്യനും എല്ലാ ജീവജാലങ്ങളെ പോലെ ഒരു ജീവി മാത്രമാണ്. മനുഷ്യൻ എന്നുള്ള നിനക്ക് വലിയ പ്രത്യേകതകളൊന്നും അവനില്ല. കാരണം മൃഗങ്ങൾ കല്യാണം കഴിക്കാറില്ല, അവർക്ക് മാതാപിതാക്കളില്ല, അവർക്ക് മക്കളില്ല. അവിടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മാതാവും പിതാവും ഭാര്യയും ഇണയും കുട്ടികളും ഒക്കെ തുല്യമാണ് എന്നതുപോലെ പറയുന്നത് കേട്ടാൽ ഭയങ്കര ജൈവികമാണ്, അതുപോലെ തന്നെ സ്വാഭാവികമാണ്, പ്രകൃതിപരമാണ് എന്നൊക്കെ തോന്നുന്ന മനുഷ്യൻ എന്ന് പറയുന്ന അത്യുന്നതമായ ഈ ഒരു സംവിധാനത്തെ വളരെ മൃഗീയമായ തലത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അപകടകരമായ ആസുര പ്രവണതകൾ, പൈശാചികതകൾ തിളച്ചുമറിയുന്ന വ്യക്തിത്വമായ ഓരോ മനുഷ്യരെയും വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിരീശ്വരവാദ, നിർമ്മതവാദ, യുക്തിവാദം എന്ന് അതിനെ പറയാൻ പറ്റില്ല. കാരണം അതിൽ യുക്തിയായിട്ട് അതിനൊരു ബന്ധമില്ലേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സയനിസം, എന്താ നമ്മൾ പറയാ, നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേൽ സംവിധാനങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തുടനീളമുള്ള ക്യാപിറ്റലിസം, അതിന് പല കാരണങ്ങളുണ്ട്. കാരണം മനുഷ്യൻ എന്തെങ്കിലും ഒരു അതിരുകളിൽ നിൽക്കുമ്പോഴാണ് നിലനിൽക്കുന്ന വ്യവസ്ഥയെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് എന്താണ്, എന്തിനാണ്, എന്തുകൊണ്ടാണ്, ആരാണ്, എങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയും മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ പ്രവണതകൾ വളരുകയൊക്കെ ചെയ്യുക. അവൻ ദൈവത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും മുഹമ്മദിനെ കുറിച്ചും മോശയെക്കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതിനെയൊക്കെ ഒരു അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ഒരു സംവിധാനമാക്കി പ്രതിഷ്ഠിച്ചു വെച്ച് ഇനി ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ഭാഗത്തെ കുടുംബങ്ങളാണ് അതിൽ ഗൗരവതരമായ ശ്രദ്ധ വെക്കേണ്ടത്. നമ്മുടെ മക്കൾ എങ്ങനെ വളരുന്നു, അവരുടെ നിലപാടുകൾ എന്താണ്, അവരുടെ വാദങ്ങൾ എന്താണ്, അവരെ എന്തിനെയാണ് പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിത രീതിയുടെ സാംസ്കാരിക സാമൂഹിക ബോധങ്ങൾ സൃഷ്ടിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളത് ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യേണ്ടത് മാതാപിതാക്കൾ, കുടുംബങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാനോട് അവസാനിപ്പിക്കാം. ഇത് മാറ്റിവെച്ചാൽ ലോകത്തുടനീളം ദൈവികമായ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോ റബീഉൽ അവ്വലായിരുന്നു, മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്ഹുകളും സ്വലാത്തുകളും ദിക്റുകളും അദ്ദേഹത്തെ പുകഴ്ത്തലും ഒക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തി വരാൻ പോവാണ്. ശ്രീകൃഷ്ണാവതാരത്തിന്റെ ജന്മദിനാഘോഷ പരിപാടികൾ വരാൻ പോവുകയാണ്. ഡിസംബർ 25 യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ഈശോ മിശിഹായുടെ ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ദുർഗപൗർണമിക്ക് ആയിട്ട് എല്ലാവരുടെയും ആ പഴയ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും വേദങ്ങളുടെയും ഒക്കെ പിൻബലമുള്ള മഹാവ്യക്തിത്വങ്ങൾ മുതൽ വർത്തമാനകാലത്തെ സാമുദായിക ജാതീയ നേതാക്കന്മാരെയൊക്കെ വെച്ചുകൊണ്ടുപോലുമുള്ള വലിയ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും പറയുന്നത് ദൈവീകമായ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഈശ്വരന് വേണ്ടിയാണ്, കർത്താവിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് എന്നാണ് സകല മനുഷ്യരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ശ്രീകൃഷ്ണ ജയന്തി, അതിനാണ് ശ്രീരാമനവമി, അതിനാണ് നബിദിനം, അതിനാണ് ക്രിസ്തുമസ്. അങ്ങനെ ദൈവീകമായ ഉള്ളടക്കങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥങ്ങളുടെയും പുണ്യപുരുഷന്മാരുടെയും മഹാന്മാരുടെയും ഒക്കെ അവതരണങ്ങൾ നമുക്ക് മുമ്പിൽ അവർ വെക്കുന്നത് പോലും നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇവരെയൊക്കെ ചെയ്ത പണി എന്താ? ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ കടന്നുപോയത്. ഈ മഹാപ്രവാചകന്മാർ മുഴുവൻ, ഈ പുണ്യപുരുഷന്മാർ മുഴുവൻ ഏതെങ്കിലും ഒരു കേവല മതത്തിന്റെ ഒരു മതം എന്ന് പറയുന്നതിന് കുറെ പരിമിതികളുണ്ട്. നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മതം എന്ന് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോഴത് മനസ്സിലായിട്ടില്ല. ആത്മീയ കാര്യങ്ങൾ എന്നൊരു കാര്യമില്ല.
എന്താണ് ഈ ആത്മീയ കാര്യങ്ങൾ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞൊരു ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യം, അതെന്താ സാധനം? ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് പാക്ക് ചെയ്ത് വെച്ച് ഇതാണ് ആത്മീയ കാര്യം. ആത്മീയ കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇന്ന വിഷയങ്ങളാകും. ആത്മീയം എന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യങ്ങൾ എന്നാണ് അർത്ഥം. ശരിക്ക് അവനവന്റെ കാര്യങ്ങൾ. അറബിയിലെ നഫ്സ്, റോഹ് എന്നൊക്കെയാണ് അതിന്. റോഹ് ജീവനാണ്, നഫ്സാണ് ആത്മാവ് എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ ആത്മാവാണ്. അവന്റെ എല്ലാം അവന്റെ ആത്മാവായിട്ട് ബന്ധപ്പെട്ടതാണ്. പാർലമെന്റിലിരുന്നാലും, പള്ളിയിലിരുന്നാലും, പാർട്ടി ഓഫീസിലിരുന്നാലും, പള്ളിക്കൂടത്തിലിരുന്നാലും, പഞ്ചായത്തിലിരുന്നാലും, BJP ആണെങ്കിലും അതുപോലെ തന്നെ CPM ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും, BJP ആണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, അമേരിക്ക ആണെങ്കിലും, അറബി ആണെങ്കിലും, എന്താണെങ്കിലും ശരി, ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ കുറെ സ്ഥലങ്ങളിൽ സാമൂഹികമായി മനുഷ്യരെ അഭിമുഖീകരിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട്, ഹേ മനുഷ്യരെ, ഹേ മനുഷ്യരെ. ഖുർആനിന്റെ ഒരു സാർവലൗകികതയാണത്. ഖുർആനിന്റെ മാത്രം സാർവലൗകികതയല്ല അത്. ലോകത്തെ എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. SNDP-ക്കാരെ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ, സുകുമാരൻ നായർ പറയുന്നത് പോലെ നായർ വിഭാഗം കടന്നു വരിക, വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഈഴവന്മാർ കടന്നു വരിക, അല്ലെങ്കിൽ സവർണന്മാർ പറയുന്നത് പോലെ ബ്രാഹ്മണന്മാരും അതിന്റെ ഉള്ളറകളിലുമുള്ളവർ കടന്നു വരിക, ക്ഷത്രിയന്മാർ വരിക, പുലയന്മാരും പറയന്മാരും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ വേറെ വേറെയാവുക, തൊഴിലാളിയാവുക, മുതലാളിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനാരും വിളിച്ചിട്ടില്ല. വേദഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യനെയാണ് അഭിസംബോധന, അവിടെയും സംഘടിതമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണത്. വർത്തമാനകാലത്ത് മനുഷ്യരെ വിളിക്കാൻ ധൈര്യമുള്ള പ്രസ്ഥാനങ്ങൾ കുറവാണ്, നേതാക്കന്മാർ കുറവാണ്, സംഘടനകൾ കുറവാണ്, ഭരണകൂടങ്ങൾ കുറവാണ്, മതനേതൃത്വങ്ങൾ കുറവാണ്. എല്ലാവരും അവനവന്റെ സംവിധാനങ്ങളിലെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള കമ്പാർട്ട്മെന്റുകളിൽ ഒരുമിച്ച് കൂടിയവരെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വിശുദ്ധ വേദം, വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അതിൽ ട്രംപ് വിടും, അതിൽ നെതന്യാഹു വിടും, അതിൽ പിണറായി വിജയൻ പെടും, അതില് നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഒക്കെ പെടും. അവരൊക്കെ ഇപ്പൊ പ്രത്യേക ടാർഗറ്റുകളാണ്. അവിടെ ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോ ഇവിടെ നല്ല റെയ്ഡ് നടക്കുന്നുണ്ട്. വളരെ രസകരമായ കൂട്ടിച്ചേർപ്പുകളും ചേരുംപടികളും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സകല മനുഷ്യരും ഗസയിൽ വംശഹത്യക്ക് വിധേയമായി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രക്തസാക്ഷികളായി കൊണ്ടിരിക്കുന്ന മനുഷ്യർ മുതൽ ലോകത്തുടനീളമുള്ള സകല മനുഷ്യരെയുമാണ് വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഞാൻ ഖുർആൻ മാത്രമാണ് അങ്ങനെ അഭിസംബോധന ചെയ്യുന്ന വിശ്വസിക്കില്ല. ഇഞ്ചീൽ അങ്ങനെയായിരിക്കും, തൗറാത്ത് അങ്ങനെയായിരിക്കും, ഗീത അങ്ങനെയായിരിക്കും. പിൽക്കാലത്ത് അവനവന്റെ സാമർഥ്യം ഉപയോഗിച്ച് മതരാഷ്ട്രീയ, ജാതീയ, ദേശീയ, വംശീയ സംവിധാനങ്ങൾ അവരുടെ സാമ്പത്തിക അധികാര പദവികൾ നിലനിർത്താനും കവർന്നെടുക്കാനും അതിലൂടെ മുന്നോട്ട് പോകുന്നതിനും വേണ്ടി പ്രക്ഷിപ്തങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, വെട്ടിക്കുറക്കലുകൾ എല്ലാം നടത്തി ദൈവത്തിന്റെ പേരിൽ പറഞ്ഞാലാണല്ലോ തട്ടിപ്പ് നടത്താൻ പറ്റുക. അല്ലാതെ ആർക്കാൻ പറ്റുക? വേറെ എന്തെങ്കിലും ഒരാൾ പ്രധാനമന്ത്രിയാന്ന് ഇവിടെ പറഞ്ഞാൽ വെടിവെച്ചുള്ളൂ. നമ്മള് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാന്ന് ഒരുത്ത ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രസിഡന്റ് അല്ലാത്ത ഒരുത്ത ഞാനാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് അവൻ എന്ത് ചെയ്യുന്നത്? അതേസമയം ഞാൻ മുഹമ്മദ് നബിയാണ്, ഞാൻ അവതാരമാണ്, ഞാൻ മിശിഹായാണ്, ഞാൻ ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ദൈവമായി, അതുപോലെ തന്നെ അവതാര പുരുഷനായി ഒക്കെ ഒരാളും ഞാൻ പ്രധാനമന്ത്രി എന്ന് പറയില്ല. ആരെങ്കിലും അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ? ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ആത്മീയത വളർന്ന് അദ്ദേഹത്തിന്റെ സാമൂഹിക സേവന വിപ്ലവബോധം വളർന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞാനാണ്, നരേന്ദ്രമോദി അല്ല എന്ന് പറയാറില്ല. അതേസമയം ദൈവത്തിന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവം. അപ്പൊ നമ്മുടെ അമ്മയെ പോയിട്ട് ചുംബിച്ചു ഒരാള്, ഞാൻ ദൈവത്തെയല്ല ചുംബിച്ചിട്ടുള്ളത്, അമ്മ ദൈവമാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ദൈവത്തെയല്ല, അമൃതാനന്ദമായി സുധാമണി എന്നാണ് അവരുടെ പഴയ പേര്, അവരെയാണ് ഞാൻ ചുംബിച്ചിട്ടുള്ളത്. എനിക്ക് മറ്റ് വിശ്വാസ പ്രമാണങ്ങളിലൊന്നുമില്ല. വൈരുദ്ധ്യാത്മിക ഭൗതിക രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെയും പ്രവാചകന്മാരെയും ആൾ ദൈവങ്ങളെയും അവതാര പുരുഷന്മാരെയും അതുപോലെ തന്നെ വലിയ വലിയ സംവിധാനങ്ങളെ വിശുദ്ധമായി പ്രഖ്യാപിക്കുന്നവരെയും ഒക്കെ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് കൈകാര്യം ചെയ്തിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ മുതൽ ഇമാതിരി ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞെന്താന്ന് വെച്ചാല് ദൈവത്തിന്റെ ചിലവിലും മറവിലും ഒളിച്ചു നിന്നിട്ട് വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയൊക്കെ മറവിൽ നിന്നുകൊണ്ട് പലതും എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാതിരി സംവിധാനങ്ങളിലൊക്കെ മനുഷ്യർ പലതും കൊണ്ടുപോയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുള്ളത് കൊണ്ട് ചിലത് ജാതിയുടേതാണ്,
ചിലത് മതത്തിൻ്റെതാണ്, ചിലത് വംശത്തിൻ്റെതാണ്, ചിലത് സമുദായത്തിൻ്റെതാണ്, ചിലത് വർഗങ്ങളുടേതാണ്. ഇവിടെ നിന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്താ പറയുക നിങ്ങള്? ഞാൻ നരേന്ദ്രമോദിയേക്കാൾ മെച്ചപ്പെട്ടവനാണ്. നരേന്ദ്രമോദിയുടെ ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഗസയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടക്കാത്ത അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സങ്കടത്തോടുകൂടി വിലയിരുത്തേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ, ആയിരുന്ന ഇന്ത്യയിൽ, ഇനി കുറച്ചു കഴിഞ്ഞ് അങ്ങനെ പറയേണ്ടി നമ്മൾ EVM മെഷീനും രാജിവെച്ചുപോയ ജഡ്ജിമാരും സുപ്രീം കോടതി ജസ്റ്റിസുമാരും നിലവിലിരിക്കുന്ന ജസ്റ്റിസുമാരും ഒക്കെ ജനാധിപത്യത്തിന്റെ അടിക്കല്ലുകളെ എങ്ങനെയാണ് പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ രസതന്ത്രം അവരുടെ വർത്തമാനങ്ങളിലൂടെ പൂച്ച പുറത്തുചാടുന്നത് പോലെ പല സന്ദർഭങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. EVM മെഷീനും ഇലക്ഷൻ കമ്മീഷനും വോട്ടെടുപ്പും കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് പോലും പ്രസക്തിയില്ലാത്തവണ്ണമുള്ള ആ ഭാഗം അവിടെ നോട്ടെ. ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം പക്ഷെ ഡൽഹിയിൽ, അല്ലെങ്കിൽ മുംബൈയിൽ, അല്ലെങ്കിൽ കൽക്കട്ടയിൽ, അല്ലെങ്കിൽ ഹൈദരാബാദിൽ, അല്ലെങ്കിൽ ലക്നോയിൽ, ലോകത്തിലെ വൻകിട നഗരങ്ങളിലെല്ലാം, പാരീസിൽ, ജർമ്മനിയിൽ, ന്യൂയോർക്കിൽ, ലോസ് ഏഞ്ചലസിൽ, ഓഹിയോവിൽ, ലോകത്തെ ന്യൂസിലാൻഡ്, പെർത്ത്, ഡിസ്നി, അങ്ങനെ തുടങ്ങുന്ന ലോക പ്രശസ്തമായ നഗരികളിലൊക്കെ തന്നെയും ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന കപട ഇബ്ലീസിന്റെ സാത്താനിക് രാഷ്ട്രത്തിനെതിരെ അതിഗംഭീരമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അത്തരമൊന്നും നടക്കാത്ത അപൂർവ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഭരിക്കുന്നവർ ഏതായാലും അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പുറത്തിരിക്കുന്നവരും അതങ്ങനെ വിശാലമായ സ്വഭാവത്തിൽ വോട്ട് രാഷ്ട്രീയത്തിന്റെ കപടതന്ത്രങ്ങൾക്ക് വേണ്ടി അത് ഇരകളായി ചൂണ്ടയിട്ട് പിടിക്കുന്നതിന് വേണ്ടി സമർത്ഥമായി പലസ്തീനും ഗസയും അതുമൊക്കെ ഉപയോഗിച്ചു. പഴയകാലത്ത് ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മൊത്തം പോയി എല്ലാം കച്ചവടമായി മാറിയത് കൊണ്ട് ധൈര്യസമേതം നമ്മുടെ രാജ്യത്ത് അതില്ല. അമേരിക്കയിൽ പോലും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എത്രമാത്രം കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെയുള്ള ഭരണകൂടങ്ങളും പൊതുസമൂഹങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും മീഡിയ സംവിധാനങ്ങളും ഒക്കെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുമ്പോൾ, ഞാൻ പറയാമെന്ന് വെച്ചാൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ന്യായം കണ്ടെത്തുന്ന എവിടെ നിന്നാണെന്നറിയോ നിങ്ങള്? ബൈബിളിൽ നിന്നുകൊണ്ടാണ്. ബൈബിളിൽ നിന്നുകൊണ്ടാണ്. ഭൗതിക നിയമങ്ങളുടെയോ നമ്മൾ ഇന്ന് 20-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന, 21-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന എന്തെങ്കിലും ഒരു ജനാധിപത്യ സെക്യുലർ സോഷ്യൽ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല ഇസ്രായേൽ രൂപീകൃതമായിട്ടുള്ളത്. നമുക്കത് പരിശോധിക്കാൻ പോകാൻ സമയമില്ലാത്തതുകൊണ്ടാ. അതിന്റെ DNA പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഞാനിപ്പോ ഈ ChatGPT ഈ അടുത്ത് ഇതിന്റെ വിഷയം ബന്ധപ്പെട്ടിട്ട് ഇസ്രായേലിന്റെ വംശപാരമ്പര്യം എവിടെ നിന്നാണ് വെറുതെ എഴുതി ചോദിച്ചു. ChatGPTയുടെ ഉസ്താദ് മൗലാന ശൈഖ് മടാധിപതി അപ്പൊ അതിൽ ചോദിച്ചു, ഇവരുടെ വംശപരമ്പര അബ്രഹാമിന്റെ തലമുറയാണ്. അബ്രഹാമിന്റെ കുടുംബം. അബ്രഹാം ഫലസ്തീനിയല്ല, ഇബ്രാഹിം നബി ഫലസ്തീനിയല്ല. ബൈബിളിൽ പ്രതിപാദിക്കുന്ന അബ്രഹാം പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത ഇബ്രാഹിം നബി ഫലസ്തീനിയല്ല, ഇറാഖിയാണ്. അപ്പൊ ഇറാഖികളുടെ വംശപരമ്പരയിൽ വരുന്ന ഈ ഇസ്രായേലികൾക്ക് എങ്ങനെയാണ് ഫലസ്തീൻ അവരുടെ ജന്മനാടാവുക? ഞാൻ എഴുതി ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞു, അത് മതപരവും ചരിത്രപരവും അതുപോലെ തന്നെ സാമൂഹികവുമായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിയാത്ത, എന്നാൽ പുതിയ കാലത്ത് വായിക്കുന്നവനെ ഇക്കിളിപ്പെടുത്തി വളരെ പെട്ടെന്ന് അതിന്റെ മർമ്മങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മറുപടി. അതാണ് ChatGPT പോലും അതിന് നൽകുന്നത്. അപ്പോ ഫലസ്തീനികളല്ല ഇസ്രായേലികൾ. ഒരു ഘട്ടത്തിൽ അവരവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും എല്ലായിടത്തും താമസിക്കാം. ഫലസ്തീൻ ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞിട്ടാണ് അവരെ പറയുന്നത്. വാഗ്ദത്ത ഭൂമി, അതിന് പറയുന്ന ന്യായം ബൈബിളിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന 948 രൂപീകൃതമായിട്ടുള്ള ഈ ഇസ്രായേൽ എന്ന് പറയുന്ന കള്ള രാജ്യമായിട്ട്, കാരണം അതിന്റെ ഉള്ളിലേക്ക് പരിശോധിച്ചിറങ്ങിയാല് ആ ഒരു ന്യായം അതിന് കണ്ടെത്താൻ കഴിയില്ല. ബൈബിളിന്റെ ന്യായത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ആ ബൈബിളിന്റെ ന്യായത്തിൽ നിലവിൽ വന്നു. ബൈബിളിന്റെ ബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തതാ? ഇസ്രായേൽ വംശം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ഇതാണ് നെതന്യാഹു വിശ്വസിക്കുന്നത്. നരേന്ദ്രമോദി അങ്ങനെയല്ല, പിണറായി അങ്ങനെയല്ല, ട്രംപ് പോലും അങ്ങനെയല്ല. ലോകത്തെ ഒരു മനുഷ്യരും, യഹൂദന്മാർ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. അവരെ തമ്മിൽ അക്രമമൊന്നും ചെയ്യരുത്. ബാക്കിയുള്ളവരുടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് അവരുടെ പോളിസി. വിശുദ്ധ ഖുർആൻ അവരെ നന്നായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ സമൂഹം, യഹൂദ ആധുനിക സയനിസത്തിന്റെ പിതാക്കന്മാർ വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാം അവരെ ആക്രമിച്ചിട്ടില്ല. ഇസ്ലാമിക സമൂഹം അവരെ കൈകാര്യം ചെയ്തിട്ടില്ല. അവരോടെല്ലാം അതിക്രമം ചെയ്തിട്ടുള്ളത് ക്രൈസ്തവ യൂറോപ്പാണ്. അതിനൊരു മതമുണ്ടെങ്കിൽ
ജനാധിപത്യത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും അതുപോലെ തന്നെ വംശശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി ലോക ചരിത്രത്തിൽ ഇസ്രായേലി യഹൂദ സമുദായം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങളുടെ കൈകളിലാലല്ല, ഇപ്പോഴും അല്ല പാശ്ചാത്യ ലോകത്തിന്റെ കൈകളിലൂടെയാണ്. പക്ഷെ അവർ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ യഹൂദന്മാർ പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും മറവിൽ ഒളിച്ചു നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള കപട കള്ള ക്രൗര്യ പ്രവർത്തനങ്ങളെ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് വെച്ചിട്ടുണ്ട്. മോശയുടെയും അബ്രഹാമിന്റെയും ഒക്കെ പിന്നിലൊളിച്ചു നിന്ന് മഹാപ്രവാചകന്മാരുടെയും വേദങ്ങളെയും സിദ്ധാന്തങ്ങളെയും ഒക്കെ അട്ടിമറിച്ച് തങ്ങളുടെ വംശീയപരമായ വ്യാഖ്യാനങ്ങളും അധികാരപരമായ താല്പര്യങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി സകല കള്ളപ്പടികളും അവർ നടത്തിയിട്ടുണ്ട്. അത് മുറ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ അവരെ വംശീയമായിട്ടൊന്നും യഹൂദന്മാർ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പരിശീലിച്ചുകൊണ്ട് യഹൂദന്മാരായതുകൊണ്ട് ചീത്ത പറയുന്ന ഭാഗമില്ല എന്ന് മാത്രമല്ല, എല്ലാ ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങൾ വിശ്വസിക്കരുത്, എല്ലാവരും ട്രംപിനെ പോലെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, എല്ലാ ഹൈന്ദവരും അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാരനും നരേന്ദ്രമോദിയാണ്, മോഹൻ ഭാഗവതാണ് എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. സംഘപരിവാരമാണ് എന്ന് നമ്മൾ ധരിക്കരുത്. അതിലൊക്കെ എന്തുണ്ട്? നന്മയുടെ പക്ഷത്തും മൂല്യങ്ങളെ നിലനിർത്തുന്നവരും പ്രാർത്ഥനകളും അതുപോലെ തന്നെ ആ ദൈവത്തോട് സാമീപ്യം അന്വേഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അല്ലെങ്കിൽ ഖുർആനോട് പറഞ്ഞാൽ മതിയല്ലോ, യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അതേസമയം ഈ യഹൂദ സംവിധാനങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള എല്ലാ കുതികാൽവെട്ടുകളെയും വളരെ നന്നായിട്ട് ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപകടകരമായ ഒരു സംവിധാനമായിട്ടോ അവരെന്ന് പറയുന്നത്. നമ്മുടെ ഫാത്തിഹ സൂറത്ത് ഓതലുണ്ട് സാധാരണ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ തുടങ്ങും. എന്നിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേരായ വഴി തരണം എന്ന് നമ്മൾ പറയും. നേരായ വഴി തരണം, അതിന് കുറെ വിശദീകരണങ്ങളുണ്ട്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണത്. എന്തിനാ നേരായ വഴി? പള്ളിയിലാ വരേണ്ടത്, അമ്പലത്തിലാ നേരായ വഴി തരേണ്ടത്, ചർച്ചിലാ നേരായ വഴി തരേണ്ടത്, അല്ലെങ്കിൽ മതകീയ കാര്യങ്ങളിൽ നേരായ വഴി? അതൊന്നും ഇതിനർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങളിലും അല്ലാഹുവേ, ഈശ്വര, ഭഗവാനെ, കർത്താവേ, യഹോവ, എനിക്ക് നീ നേരായ വഴി തരണം. ലോകത്ത് രണ്ട് വഴിയുള്ളൂ, ഒന്ന് നന്മയുടെ വഴി, ഒന്ന് തിന്മയുടെ വഴി. അല്ല കുറെ വഴികളൊന്നുമില്ല. തിന്മയുടെ കുറെ വഴികളുണ്ടാവും, നന്മയുടെ ഒരൊറ്റ വഴി ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ കുറെ വഴികള്. ഈ നന്മയുടെ വഴിയിലാണോ തിന്മയുടെ വഴിയിലാണോ മനുഷ്യ സമൂഹം നിൽക്കുന്നത്, വ്യക്തികൾ നിൽക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ്. അതാകട്ടെ ഇൻഡിവിജ്വലുമാണ്. സാമൂഹികം എന്നുള്ളതിനേക്കാൾ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിപരമായ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അടുത്ത സംഘങ്ങളെക്കാൾ അള്ളാഹു, ദൈവം തമ്പുരാൻ, ഈശ്വരൻ, കർത്താവ് കൈകാര്യം ചെയ്യുന്നത് CPM-നെ വിളിച്ചിട്ടല്ല ചോദ്യം ചോദിക്കുക, അതുപോലെ തന്നെ കോൺഗ്രസിനെ വിളിച്ചിട്ടല്ല ചോദ്യം ചോദിക്കുക, പിണറായിനെയാണ് വിളിക്കുക, ഗോവിന്ദ മാഷിയാണ് വിളിക്കുക. ദൈവം തമ്പുരാൻ, താങ്കൾ എന്താണ് ചെയ്തത്? എന്തിനാണ് ചെയ്തത്? അത് പാർട്ടി പറഞ്ഞിട്ടാണ്, അതിന്റെ സുന്നി പറഞ്ഞിട്ടാണ്, മുജാഹിദ് പറഞ്ഞിട്ടാണ്, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടാണ്, അത് ഞങ്ങൾ ഹിന്ദുക്കൾ പറഞ്ഞത് കൊണ്ട് ചെയ്തതാ, അത് ഞങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഇപ്പോഴത്തെ ആത്മാവും പരമാത്മാവുമായ വെള്ളാപ്പള്ളി പറഞ്ഞത് കൊണ്ട് ചെയ്തതാണ്, സുകുമാരപ്പണിക്കർ പറഞ്ഞത് കൊണ്ട് ചെയ്തതാണ്. ദൈവത്തിന്റെ മുമ്പിൽ അതിനൊരു സ്ഥാനമില്ല. സംഘബോധത്തിന്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ എല്ലാറ്റിലും എന്റെ ആരാധനാ കർമ്മങ്ങളിൽ, എന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ, എന്റെ ആചാര കർമ്മങ്ങളിൽ, അതുപോലെ തന്നെ എന്റെ ആഘോഷങ്ങളിൽ, എന്റെ ഉത്സവങ്ങളിൽ, എന്റെ സങ്കടങ്ങളിൽ, എന്റെ സന്തോഷങ്ങളിൽ, എന്റെ അപമാനങ്ങളിൽ, എന്റെ അഭിമാനങ്ങളിൽ, എന്റെ സമ്പത്തിൽ, എന്റെ സാമൂഹിക കാര്യങ്ങളിൽ, എന്റെ കലാ, കായിക, കാർഷിക, സാംസ്കാരിക, സാമൂഹിക വിഷയങ്ങളിൽ, മതരാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ തന്നെയും ഇഹ്ദിന, ശരിയായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണം. ഇതാണ് പ്രാർത്ഥന. എല്ലാ കാര്യത്തിലും നേരായ വഴി വരണം, സിറാത്തൽ മുസ്തഖീം. എന്നിട്ട് നമ്മൾ തന്നെ ഒരു ചേരുമ്പടി അള്ളാഹു തന്നെ പഠിപ്പിച്ചതാണ്. ദൈവം നമ്പുരാൻ പറയാ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയായിരിക്കണം. നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആ അനുഗ്രഹിച്ചവരെന്ന് പറയുന്നത് ആരാ? അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീന ഉലൈക ഹസന ഉലൈക കാന റഫീഖ. ഏറ്റവും കൂടുതൽ അനുഗ്രഹീതരായവർ മഹാപ്രവാചകന്മാരാണ്, അംബിയാ മുർസലുകളാണ്, വിശുദ്ധരും വിപ്ലവകാരികളും വിമോചകന്മാരും. മനുഷ്യചരിത്രത്തിലെ മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസിനെ, അതിന്റെ ജൈവഘടനയെ ഏറ്റവും സമ്പൂർണമായി മനുഷ്യരുടെ മുമ്പിൽ പ്രതിനിധീകരിച്ചിട്ടുള്ളവരാണ് ഈ മഹാപ്രവാചകന്മാർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനുഷ്യനെ കാണണോ? മനുഷ്യത്വത്തിന്റെ ഭാവനകളെ കാണണോ? മനുഷ്യൻ എന്ന് പറയുന്നവൻ പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക, സാമൂഹിക,
അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വൈവിധ്യങ്ങളെ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ മുഹമ്മദിനെ നോക്കുക, നിങ്ങൾ ജീസസിനെ നോക്കുക, നിങ്ങൾ മോശ പ്രവാചകൻ മൂസയെ നിങ്ങൾ നോക്കുക, നിങ്ങൾ അബ്രഹാമിനെ നോക്കുക, നിങ്ങൾ നോഹയെ നോക്കുക, മഹാപ്രവാചകന്മാരെ നിങ്ങൾ നോക്കുക. ജാതി മതവർഗ സമുദായ ദേശഭാഷാ സംവിധാനങ്ങളുടെ പരിമിതികളിലും അതിന്റെ തടവറകളിലും കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പകരം പ്രാപഞ്ചികതയുടെയും ദൈവീകതയുടെയും മാനുഷികതയുടെയും സത്യത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും ഗംഭീരമായി, വളരെ ത്യാഗപൂർണമായി അസാമാന്യമായ വിലകൾ കൊടുത്ത് തുല്യതകളില്ലാത്ത ത്യാഗങ്ങൾ സഹിച്ച് വിപ്ലവത്തിന്റെയും വിമോചനത്തിന്റെയും ഉണർത്തുപാട്ടുകളുമായി മനുഷ്യന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അതിഗംഭീരമായ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് ഈ മഹാപ്രവാചകന്മാർ എന്ന് പറയുന്നത്. അവരുടെ മാതൃകയാവണം. ജാതി മത വർഗ സമുദായ ദേശഭാഷ കുടുംബ സംവിധാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരുടെ വഴിയിലല്ല സിറാത്തല്ലദീന അൻഅംത അലൈഹിം സിദ്ദീഖീങ്ങൾ, നേരത്തെ പറഞ്ഞ മഹാപ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ധാർമ്മികതകളുടെ മൂല്യങ്ങളുടെ പിന്മുറക്കാരായി എഴുന്നേറ്റ് നിന്നിട്ടുള്ള, വലിയ വില കൊടുത്തുകൊണ്ട് ത്യാഗം സഹിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, അതിന്റെ പ്രൊജക്ടുകൾ പ്രയോഗിക്കാൻ എഴുന്നേറ്റ് നിന്ന പ്രവാചകന്മാരുടെ പ്രിയപ്പെട്ട സഹകാരികൾ, എല്ലാ പ്രവാചകന്മാരുടെയും സിദ്ദീഖീങ്ങൾ, വശുഹദാ, സാക്ഷ്യങ്ങൾ കൊണ്ട് ജീവിച്ചും മരിച്ചും ആ മഹാപ്രവാചകന്മാരുടെ ദൗത്യങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ, വസ്സാലിഹീൻ, അതിനനുസൃതമായി സ്വന്തം ജീവിതത്തെ കെട്ടിപ്പടുത്തിട്ടുള്ള, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യർ, അവരുടെ വഴിയിലേക്ക് നയിക്കണം. കേട്ടുമാറി പഴകിപ്പൊളിച്ച് മനുഷ്യന്റെ മനസ്സിനെയും അവന്റെ ജീവനെയും അവന്റെ സംവിധാനങ്ങളെയും ഒരേ സമയം തകർത്തെറിയുന്ന, മനുഷ്യന്റെ മൂല്യങ്ങളെ മുഴുവൻ കടപുഴകിയെറിയുന്ന, ജീവനെയും ചാരിത്രത്തെയും അവന്റെ ശരീരത്തെയും കൊള്ള ചെയ്യുന്ന, അവൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെയും കണ്ണുയർത്തുന്ന ആകാശത്തെയും ഒക്കെ മലിനീകരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആരുടെയും വഴിയല്ല. സിറാത്തുൽ മുസ്തഖീം പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിന്റെ വഴി വേണം, മതസംഘടനകളുടെ വഴി വേണം, സമുദായങ്ങളുടെ വഴി വേണം, കുടുംബങ്ങളുടെ വഴി വേണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ മഹാപ്രപഞ്ചങ്ങൾക്ക് മുഴുവൻ വഴി നൽകിയിട്ടുള്ള, അതിന്റെ ഗംഭീരമായ സംവിധാനങ്ങൾ നിലനിർത്തുന്ന അള്ളാഹുവിന്റെ വഴിയിലേക്ക്, ഈശ്വരന്റെ വഴിയിലേക്ക്, പ്രവാചകന്മാരുടെ വഴിയിലേക്ക് എന്നെ നയിക്കണം. ഞാനത് ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. എന്നിട്ട് അതിന്റെ കൂടെ പറയണമെന്ന് പറയുന്നത് ഖൈറുൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയല്ല. പിന്നെ എല്ലാ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലും കൊടുത്തത് ആരാന്നറിയാം നിങ്ങൾ? ഇസ്രായേൽ സമുദായമാണ്, ഇസ്രായേലിന്റെ സയലിസമാണ്. മനുഷ്യത്വത്തോട് ഇത്രയും വലിയ വേറെ ഒരു വിഭാഗത്തിനെ കുറിച്ച് ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഖൈറുൽ മഗ്ദൂബി അലൈഹിം ദുരിബത അലൈഹിം الذില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ് ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസ്. എവിടെയാണെങ്കിലും പതിത്വം. നിങ്ങൾ കണ്ടപ്പോ നമ്മള് തൂഫാനുൽ അഖ്സ കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള ഒക്ടോബർ 7 ഹമാസ് എന്ന് പറയുന്ന, ഇസ്രായേലിന് ലോകത്ത് ആരെയെങ്കിലും വീടുണ്ടെങ്കിൽ ഹമാസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണല്ലേ ഹമാസിനെ ഫിനിഷ് ചെയ്യണം എന്ന് പറയുന്നത്. ഹമാസിനെ ലോകത്ത് വേറെ ആരെയും ഒന്നിനെ ഒരു ഭയമല്ല ഇസ്രായേലിന്. ഇസ്രായേലിന് ആരെയെങ്കിലും ഭയമുണ്ടെങ്കിൽ ഹമാസിന് മാത്രമാണ്. കാരണം അതിന്റെ ജീവിത വിശുദ്ധിയും അതിന്റെ മൊറാലിറ്റിയും അവരുടെ ത്യാഗപൂർണമായ നിലപാടുകളും അവരുടെ ജീവിത വിശുദ്ധിയും എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മനുഷ്യ സമൂഹങ്ങൾക്ക് മുഴുവൻ പാഠമാകുന്ന രീതിയിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും അതിന്റെ സയനിസവും പ്രതിനിധീകരിക്കുന്ന എല്ലാ നെറികേടുകൾക്കുമെതിരെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും കരുത്തുള്ള ഏതെങ്കിലും ഒരു സംഘടനകൾ അത് ഹമാസാണ്. അവരുടെ നേതൃത്വത്തിൽ തൂഫാനുൽ അഖ്സ. നമ്മുടെ നാട്ടിലൊക്കെ ലഘുവ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞു, ഒരു വെറുതെ കയറി അടിച്ചു കണ്ടാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള് ഇത്ര ആളുകളെ മരിച്ചുപോയത്? അവർക്ക് അടങ്ങിയൊതുങ്ങിയിരുന്നാ പോരായിരുന്നു ഒരു ഭാഗത്ത്. നിങ്ങൾക്കറിയോ, ആ 2023 ഈ ബെഞ്ചമിൻ നെതന്യാഹു യുണൈറ്റഡ് നേഷനിൽ വന്നു. യുണൈറ്റഡ് നേഷൻ പറഞ്ഞാൽ ഓർക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനം കേട്ടോ. അതിന്റെ ഒന്നും DNA-യിലേക്ക് നമ്മളിപ്പോ പോകേണ്ട കാര്യമില്ല. നമുക്കാർക്കും വേണ്ടി ഉണ്ടായതൊന്നുമല്ല യുണൈറ്റഡ് നേഷൻ. ലോകത്തെ സങ്കീർണമായ ഒരു പ്രശ്നങ്ങളും യുണൈറ്റഡ് നേഷൻ ഇന്ന് വരെ പരിഹരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളും ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, അത് യുദ്ധപ്രശ്നങ്ങൾ മാത്രമല്ല, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മത, കലാ, സാഹിത്യ, സാംസ്കാരിക എല്ലാ പ്രശ്നങ്ങളുടെയും നശീകരണത്തിന് നേതൃത്വം നൽകുന്നത് ഇസ്രായേലാണ്, സയനിസമാണ്. ലോകത്തെ എല്ലാ യുദ്ധങ്ങളും
ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു പോയാലാണ് സൈഡിസങ്ങൾക്ക് പിടിക്കാൻ പറ്റുക. ലോകത്തെ നമ്മളെ പറയാം, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്തു, ഇറാഖും അതുപോലെ തന്നെ അമേരിക്കയും കുവൈത്തും തമ്മിൽ യുദ്ധം ചെയ്തു, അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായി, ലോകത്തെ പല യുദ്ധങ്ങൾ. ഇതിന്റെയൊക്കെ അവസാനങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോയാൽ ഇതിന്റെ റിമോട്ട് ഇതാരുടെ പ്രൊജക്റ്റ് ആയിരുന്നു എന്നുള്ളിടത്ത് എല്ലാ യുദ്ധങ്ങൾക്കും തിരികൊടുക്കുന്നവർ യഹൂദന്റെ സയനിസത്തിന്റെ ബുദ്ധിയാണ്. കുഴപ്പമുണ്ടാക്കാൻ ഓസ്ട്രേലിയ മുതൽ ആഫ്രിക്ക അമേരിക്ക വരെ ഇവരോടും, ന്യൂയോർക്ക് മുതൽ ന്യൂസിലാൻഡ് വരെ ന്യൂഡൽഹി വരെ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയെടുക്കും അവർ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഭൂമിയിൽ മുഴുവൻ അർദ്ധനിലയിന് ചെറിയൊരു സ്ഥലം മുതൽ ഈ മനുഷ്യ ദൈവ സ്പീഷീസുകൾ താമസിക്കുന്ന ഈ ഭൂഗോളം, അതിന്റെ പേരാണ് അർള്. ആ ഭൂമി മുഴുവൻ നെറ്റ്വർക്ക് ശൃംഖലകൾ ഉണ്ടാക്കി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള കാപട്യങ്ങളും കൊള്ളത്തരങ്ങളുമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവരെ ദൈവം ശപിച്ചിരിക്കുന്നു. ആ ബെഞ്ചമിൻ നെതന്യാഹു 2023 യുണൈറ്റഡ് നേഷനിൽ വന്നിട്ട് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്, ഫലസ്തീന്റെ മേപ്പെടുത്തിട്ട്. ഇത് അവസാനത്തെ കാഴ്ചയാണ് കേട്ടോ. ഇനി ഫലസ്തീൻ ഉണ്ടാവില്ല, ഇസ്രയേൽ മാത്രമാണ് ഉണ്ടാവുക. ഇസ്രയേലിന്റെ തലസ്ഥാനം തെല്ലവീവല്ല, ജെറൂശലമായിരിക്കും. മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ദാറുസ്സലാം എന്ന് പറയുന്ന ജെറൂശലമായിരിക്കും. ഇനി അത് ഫലസ്തീനികളുടേതല്ല. ഇന്ന് മേപ്പിൽ അവരുണ്ടാവില്ല. അബ്രഹാം ആക്കോഡ്, ഇബ്രാഹിമിന്റെ പേരിൽ. അതുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒക്കെ യോജിച്ച് ഫലസ്തീനികളെ പുറന്തള്ളി ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമില്ലാത്ത 150ഓളം ആ യുണൈറ്റഡ് നേഷനിൽ ഇരുന്ന് കൈയടിച്ച് സ്വീകരിച്ച ആ ബെഞ്ചമിൻ നെതന്യാഹു മിനിഞ്ഞാന്ന് യുണൈറ്റഡ് നേഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വന്നു. അറിയോ നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാടാണ്. 140ലധികം വരുന്ന സകല മനുഷ്യരും എഴുന്നേറ്റ് നിന്ന് വഞ്ചകനാണ് നീ, തെമ്മാടിയാണ് നീ, ഹിറ്റ്ലറേക്കാൾ മുസോളിനിയേക്കാൾ നവനാസിസ്റ്റാണ് നീ, നവഫാസിസ്റ്റാണ് നീ, ഈ ഗസയിലെ വംശഹത്യ നടത്തുന്ന കുട്ടികളെയും മനുഷ്യരെയും നിരപരാധികളെയും കൊന്നുകൊള്ളുന്ന അധാർമികതയുടെയും അസത്യത്തിന്റെയും പ്രതിനിധിയാണത്. 140ലധികം രാഷ്ട്ര നേതാക്കന്മാർ. ചിലിയുടെ പ്രസിഡന്റൊക്കെ ഗംഭീര പ്രസംഗം നടത്തി. ബ്രസീലിന്റെ പ്രസിഡന്റ് പോയിട്ട് ഉമ്മ കൊടുത്തു, ഇയാളെ വെടിവെച്ച് കൊല്ലരുത്, ഇഞ്ചിഞ്ചായിട്ട് വിചാരണ ചെയ്തിട്ട് കൊല്ലണം, ഇയാളെ വധശിക്ഷ കൊടുക്കണം അയാൾക്ക്. ഒരു ബോംബിട്ട് ഒരു വെടിവെച്ച് വീഴ്ത്തപ്പെടേണ്ട വ്യക്തിത്വമല്ല ബെഞ്ചമിൻ നെതന്യാഹു. ലോകത്തോടും മനുഷ്യരോടും അയാൾ കാണിക്കുന്ന ക്രൗര്യങ്ങൾ 2023 അംഗരാജ്യങ്ങളുടെ മുഴുവൻ കയ്യടി വാങ്ങിയ ഇയാൾ പേപ്പട്ടിയെ പോലെ, ചൊറി പിടിച്ച നായയെ പോലെ ഒരു മനുഷ്യന്റെയും അമേരിക്കക്കാര് മാത്രമായി. അമേരിക്കക്ക് ഇനി അതല്ലാതെ ഗതിയിൽ കിട്ടോ. ഇനിയിപ്പോ ആ ഗതിയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം അമേരിക്കക്ക് ഇനി ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ പറയുക, അമേരിക്കന്റെ എല്ലാ രഹസ്യങ്ങളും വിൽക്കറിയാം. അവര് ചെയ്ത നെറിവേടുകളും വഷളത്തരങ്ങളും ആക്രമണങ്ങളും അതിന്റെയൊക്കെ ഫയല് എല്ലാം ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അമേരിക്ക കൈവിടുന്നു തോന്നിയാല് ഇസ്രായേല്, നമുക്ക് തന്നെ തോന്നിയിരുന്നു ഈ ട്രംപ് ഉണ്ടല്ലോ, ആളൊരു പിരാന്തനാണെങ്കിലും അയാളെ പോലത്തെ ഒരാൾ തന്നെയാണ് പ്രസിഡന്റ് ആകാന്നല്ലേ. കാരണം മർമ്മം നോക്കിയാൽ ഇസ്രായേലിന് ആർക്കും പഠിക്കാൻ കഴിയൂല. അത്രയും തന്ത്രപരമായിട്ടാണ്, ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് യുണൈറ്റഡ് നേഷന്റെ സംവിധാനങ്ങൾ മുതൽ അതിന്റെ ഭരണഘടന മുതൽ അതിന്റെ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കള്ളരാജ്യത്തിന് നിലനിൽക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സെറ്റപ്പിലാണ് അവർ അത് നെയ്തെടുത്ത് ക്രമപ്പെടുത്തി സുന്ദരമായിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബൈഡൻ ആണെങ്കിലും ശരി, ക്ലിന്റൺ ആണെങ്കിലും ശരി, ഒക്കെ അതിന്റെ മുമ്പുള്ള ഓരോ ഒബാമയാണെങ്കിലും ശരി, ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇയാളെ പോലത്തെ നട്ടത്തിരാന്ത് പിടിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിറങ്ങള് ഇസ്രായേൽ പോയി പണിയൊക്കെടാ അന്ന നോക്കി പണി ഇരിക്കില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രിനെ കൊണ്ടേറ്റ് കാണിച്ച കളിയുണ്ടല്ലേ, മൈ ഫ്രണ്ട്, മൈ ബൗത്ത് വടാ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ആളെ 100% തീരെ എന്തൊക്കെ കളിയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്ര ജീവിച്ചിരിക്കെ തന്നെ വലിയ സ്റ്റേഡിയം ഉണ്ടാക്കപ്പെട്ട ആളാണ് അദ്ദേഹം. ആ സ്റ്റേഡിയത്തിൽ വന്നിട്ട് എമ്മാതിരി കാഴ്ചകളാണ് നരേന്ദ്രമോദിയും ട്രംപും കൂടി നടത്തിയിട്ടുള്ളത്. ദേശസ്നേഹിയായ ഇന്ത്യക്കാരന് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ ഈ ട്രംപ് ഈ നാടിനോട് ചെയ്തിട്ടുണ്ടോ? എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ മൂപ്പരുള്ളൂ. മൂപ്പർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി മോഡിയാണെങ്കിലും ശരി, അതുപോലെ തന്നെ വേറെ ആരാണെങ്കിലും ശരി. ഇടയ്ക്ക് അയാളെ പറഞ്ഞിരുന്നു ഇസ്രായേലിനോട് തന്നെ, വെറുതെ നിങ്ങളുടെ PR ഒക്കെ ഒന്നും കിടക്കില്ല, നിങ്ങൾ ഇമാതിരി പണിയൊന്നും എടുത്ത് നടന്നൊരു കാര്യമില്ല, പറഞ്ഞു കേൾക്കാതെ മനുഷ്യന് സമാധാനം. മൂപ്പർക്ക് ഇനിയിപ്പോ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടണം, ഇല്ല കാലത്തെയോ ഈ ഒരു യുദ്ധം കൂടി നിർത്തിക്കിട്ടണമെന്ന് മൂപ്പർക്ക് ഭയങ്കര പൂതിയുണ്ട്. മൂപ്പര് വ്യക്തിപരമായിട്ടൊരു അവതാരമുണ്ടോ. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അയാളുടെ ഈ പിരാന്തും നട്ടപ്പിരാന്തും ഒക്കെ നിലനിൽക്കുകയാണെങ്കിലും മിക്കവാറും ഈ ഹമാസിന്റെ സ്ഥാപക നേതാവുണ്ട് അഹമ്മദ് യാസീൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഉണ്ടായി
ഓരോ സന്ദർഭത്തിലും 77 വർഷം കഴിയുമ്പോ ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുണ്ട്? തട്ടി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതിന്റെ ആദിമകാലം മുതൽ ആ പറഞ്ഞ വാഗ്ദത്ത ഭൂമി എന്നവർ അബ്രഹാമിന്റെ കാലത്തിൽ അല്ല ഉണ്ടായതാ. ഫറോവയുടെ അതിക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫലസ്തീനിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. അത് ദൈവിക വാഗ്ദത്തമാണ്. ഇവരുടെ വംശീയ വർഗീയ സാമുദായിക വാഗ്ദത്തത്തിന്റെ ഭാഗമല്ല. അവിടെ അന്നവർ നിലനിന്നത് 77 കൊല്ലമാണ്. 77 കൊല്ലമാണ്. പിന്നീട് അവർ 2 പ്രാവശ്യം ഇതുപോലെ അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. 77 കൊല്ലമാണ് അവർ നിലനിന്നിട്ടുള്ളത്. എന്നതുപോലെ അഹമ്മദ് യാസീൻ രക്തസാക്ഷിയായി ആ ഹമാസ് പ്രസ്ഥാനത്തിന്റെ തലവെട്ടപ്പനായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് യാസീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 2027 48 രൂപപ്പെട്ട ഇസ്രായേൽ അവസാനിക്കും. ആ അവസാനിക്കുന്നതിന്റെ അന്ത്യകൂദാശം മിക്കവാറും അമേരിക്കന്റെ നേതൃത്വത്തിൽ പോലും എടുക്കാൻ സാധ്യതയുണ്ട്. അവരെന്താ ചാർലി കിർക്കോ? ഒരു കിർക്കനെ വെടിവെച്ചൊന്നുമില്ല അവിടെ. നമ്മുടെ ഖത്തറിൽ ഇവർ കയറി ആക്രമിച്ചു. ആര്? ഇസ്രായേൽ. ഖത്തറിലെ ഹമാസുമായിട്ട് ചർച്ചയ്ക്ക് ട്രംപ് പറഞ്ഞയച്ചാന്നാ പറയുന്നത്. ഈ ഫോർമുലകളൊക്കെ വെച്ചിട്ട് ട്രംപ് പറഞ്ഞയച്ച സന്ദേശങ്ങൾ എടുത്ത് ഹമാസുമായിട്ട് നെഗോഷിയേഷൻ നടത്താൻ ഖത്തറിന്റെ മാധ്യസ്ഥത്തിൽ ഹമാസിന്റെ നേതാക്കന്മാർ വരുന്ന വീട്ടിലേക്ക് വളരെ കൃത്യമായി, അതൊക്കെ പിന്നെ ഇസ്രായേൽ, ഇത് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പെണ്ണ് കൊടുക്കും, കള്ള് കൊടുക്കും, പണം കൊടുക്കും, എന്നിട്ട് ഏത് കോൺഗ്രസിനെയും ബി ജെ പിനെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ കീഴ്ത്താൻ മനുഷ്യൻ അതൊക്കെയാണല്ലോ. ദൈവം അല്ലെങ്കിൽ പിന്നെ അവന്റെ ദൈവം എന്താ പണാണ്. മോനെ പിന്നെ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ബി ജെ പി, ഹിന്ദു, മുസ്ലിം എന്നൊന്നും പറയുന്നത് വലിയ അർത്ഥം ഉണ്ടാവില്ല. ഒരാളെ വന്നിട്ട് സലീമമ്പാടെ നിങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ വേഷങ്ങളൊക്കെ ചോർത്തി തരൂ, നിങ്ങൾക്ക് പെണ്ണ് തരാം, കള്ള് തരാം, ശമ്പളം തരാം, നിങ്ങൾക്ക് എത്രയാ പാർട്ടിയിൽ ശമ്പളം കിട്ടുക, നിങ്ങളൊരു സർക്കാർ ഉദ്യോഗം വഹിച്ചാൽ എന്താ ശമ്പളം കിട്ടുക, അതിനേക്കാൾ നന്നായിട്ട് ഡോളറുകളും ദീനാറുകളും ഒക്കെ നിങ്ങളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുക. നിങ്ങളുടെ രക്ഷപ്പണിയെടുത്താൽ മതി. സംഗതികൾ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തെന്നാ മതി. അതുകൊണ്ട് വിലക്കട ഇസ്രായേൽ എങ്ങനെയാണ് ആളെടുക്കുന്നത്? നമ്മളതൊക്കെ വലിയ സംഭവമായിട്ട് ഇവിടെ അവതരിപ്പിക്കണ്ടേ? മൊസാദ് എമ്മാതിരി സാധനമറിയോ? ഈച്ച മാറിയാലറിയും, പാറ്റ മാറിയാലറിയും. അതിന്റെ ഗംഭീരമായ ശേഷിയാണ്. ഒരു ന്യൂന്യതകളുമില്ലാതെ ആ മൊസാദാണ് കിടന്ന് വെള്ളം കുടിക്കുന്നത്. 45ഓളം ബന്ദികൾ എവിടെയാണ്? ആകെത്ര വട്ടുള്ളൂ. ഒരു ചെറിയ പ്രദേശമാണ് ഗസ. ആ ഗസയിലെ ഹമാസ് 2 വർഷം മുമ്പ് പിടിച്ച ബന്ദികളെ കുറിച്ച് ഹമാസ് പറയുന്നതല്ലാതെ ഇത്രയും സൂക്ഷ്മമായ വിവരങ്ങൾ ലോക റഡാറുകളിൽ നിന്ന് ചോർത്തിയെടുത്ത് സകലതും സകലരിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ക്രിസംഗികളും സംഘപരിവാരൊക്കെ പറയലുണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് മൊസാദ്, കാരണം മൊസാദ് പല ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തുകൊണ്ടായിരിക്കും വെച്ചാൽ ഒറ്റുകാരും കൂട്ടിക്കൊടുപ്പുമാരുവാൻ നയതന്ത്രപരമായിട്ടൊന്നും ഇടപെടാൻ പറ്റിയ ഒരു രാജ്യമേ അല്ല ഇസ്രായേൽ. എല്ലാ പടി പിന്നെ പറഞ്ഞത് അവിടെ ആക്രമിച്ചത് ലോകത്ത് ഭയങ്കര സംഭവമായി. ഖത്തർ ചെറിയ രാജ്യം കേട്ടോ. ഖത്തർ നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. ആ ഹമാസിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് ലാഭമില്ല, രാഷ്ട്രീയപരമായിട്ട് പോലും വലിയ ലാഭങ്ങളില്ല, സാമൂഹികമായിട്ട് പോലും വലിയ ലാഭങ്ങളില്ല. പക്ഷേ അവരുടെ ഇച്ഛാശക്തി, അവരുടെ നിലപാടുകൾ, അവരുടെ ആർജവം എന്തോ അവർക്ക് ലാഭം. ഈ അൻസാരികളെ റസൂലിനെ കൊണ്ടേയില്ല ഇസ്ലാമിക ചരിത്രത്തിൽ യസ്രിബിലേക്ക് വിളിച്ചല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് പോരും, ഇങ്ങോട്ട് പോരും. അന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അൻസാറുകളോട് മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലിനെ വിളിക്കുന്ന ആ ഒന്നാം അഖബ ഉടമ്പടി, രണ്ടാം അഖബ ഉടമ്പടിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമുണ്ട്. 80ഓളം യസ്രിബുകാർ വന്നു, അവര് റസൂലിനെ വിളിച്ചു. അപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ്, യസ്രിബുകാരെ, നിങ്ങള് 1000 വട്ടം ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി. ഈ മുഹമ്മദിന്, ഈ പ്രസ്ഥാനത്ത്, അതിന്റെ നിലപാടുകളെ, അതിന്റെ ആശയങ്ങള്, ആ പ്രവാചകൻ പ്രതിദാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്, ഞാൻ ചേർത്ത് പറഞ്ഞാട്ടോ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ മുഹമ്മദിനെ യസ്രിബിൽ എത്തിച്ചാൽ നിങ്ങളെ വാള് കുറേറിടാൻ നിങ്ങൾക്ക് നേരണ്ടാവില്ല. നിങ്ങളുടെ കുട്ടികൾ വധിക്കപ്പെടും, നിങ്ങളുടെ ഇണകൾ വധിക്കപ്പെടും, നിങ്ങളുടെ മാതാപിതാക്കൾ വധിക്കപ്പെടും, നിങ്ങൾ വധിക്കപ്പെടും. സകല അറബ് സമൂഹവും നിങ്ങൾക്കെതിരെ തിരിയും. കറുത്തവനും വെളുത്തവനും ഉരുണ്ടവനും കുറിയവനും നീളുള്ളവനും ആ റോമും പേർഷ്യയും ഒക്കെ നിങ്ങൾക്കെതിരെ വരും. അപ്പൊ പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടി വരും, എന്ത് വേണ്ടിയില്ലായിരുന്നു ഈ വയ്യാവേലി, ഇതിനെ കൊണ്ടുവന്നുകൊണ്ടാണ് യസ്രിബിൽ ഗതികേടുണ്ടായത് എന്ന് നിങ്ങൾ ആലോചിച്ച് അബദ്ധത്തിൽ കുരുങ്ങാതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങളെടുത്ത് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മക്കളെ, എന്നാലും മുഹമ്മദ് സുരക്ഷിതനാണ്. ഹാഷിം കുടുംബം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഞങ്ങളോടൊപ്പം അറബ് ഗോത്ര വംശങ്ങളുടെ സെറ്റപ്പിന്റെ, അതിന്റെ നയങ്ങളുടെ ഉള്ളടക്കത്തിൽ നിന്ന് മക്കയിൽ ഇപ്പൊ അദ്ദേഹം ജീവിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് വയ്യാവേലി വരുത്താൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അൻസാറികളെ എഴുതിച്ചിരിക്കുന്നത്. അല്ലാഹു റസൂൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ റസൂൽ പറഞ്ഞു, നിങ്ങളെക്കാൾ
നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഇടകളെക്കാൾ, നിങ്ങളുടെ എല്ലാറ്റിനേക്കാളും നിങ്ങൾ എനിക്ക് പരിഗണന നൽകണം. അതിനെന്താ പ്രതിഫലം നൽകണം? വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സ്വർഗം അൽഹംദുലില്ലാ, അത് മതി. അങ്ങനെ അവർ റസൂലിനെ കൊണ്ട് അൻസാറുകൾക്ക് എന്താ ലാഭം? അൻസാറുകൾ എന്തിനാ പ്രവാചകനെ കൊണ്ടുപോയത്? മദീനയിൽ ആ ഉള്ള പരീക്ഷണങ്ങളും ദുരന്തങ്ങളും, പക്ഷെ അവർ വലിയ ദീർഘദർശികളായിരുന്നു. ഞാൻ പറഞ്ഞത് ഖത്തറിന് എന്നതുപോലെ ഹമാസിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയുള്ള പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോലില്ല. പക്ഷെ ഖത്തറിനറിയാം ശരി ഹമാസാണ്. ഫലസ്തീനിൽ ഏറ്റവും ആർജവത്തോടു കൂടി അതിന്റെ ഒരു അൽ ജസീറ മതി. കണ്ടിട്ടില്ലേ നിങ്ങള്? ലോക മീഡിയയിൽ മുഴുവൻ ഒരൊറ്റ ബദൽ മീഡിയയായി ഈ അൽ ജസീറ എന്ന് പറയുന്ന സ്ഥാപനം ലോകത്തെ, ബാക്കിയൊക്കെ സിയോണിസത്തിന്റെതാണ്, ക്യാപിറ്റലിസത്തിന്റെതാണ്, ഇമ്പീരിയലിസത്തിന്റെതാണ്, ലിബറലിസത്തിന്റെതാണ്, ആ സ്യൂഡോ സെക്യുലർ സംവിധാനങ്ങളുടേതാണ്. അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. അതിന്റെ കാശാണ്, അതിന്റെ നിക്ഷേപങ്ങളാണ്, അതിന്റെ ഉള്ളടക്കങ്ങളിലാണ്. ലോകത്തെ മാധ്യമങ്ങളിലെ 99.99% അത് ഇലക്ട്രോണിക് ആണെങ്കിലും ശരി, പ്രിന്റ് മീഡിയ ആണെങ്കിലും ശരി, അടിസ്ഥാനപരമായി ഇസ്രയേലിന് വെള്ളപൂശാൻ ഫണ്ടിറക്കി ധാരകളെ സമർത്ഥമായി കൈവശപ്പെടുത്തി അവർ നടത്തുന്ന ഓപ്പറേഷനാണ്. ലോകത്ത് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകൾ ഇന്നൊരൊറ്റ ബദൽ മീഡിയയുള്ളൂ. എന്തുള്ളൂ? അൽ ജസീറ. അതുള്ളൂ. അതുകൊണ്ട് ഖത്തറിനെതിരെ ഉപരോധം വന്നിരുന്നല്ലോ. ഒന്ന് പറഞ്ഞെന്നാ, ഒന്ന് ഷെയ്ഖ് യൂസഫ് അൽ ഖർദാവി, രണ്ടാമത്തെ അൽ ജസീറ, മൂന്നാമത്തത് ഹമാസ്. ഇത് മൂന്നിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷെ ഖത്തർ അമീറെന്ന് മറുപടി പറഞ്ഞു, അറബികളുടെ ഒരു പാരമ്പര്യമുണ്ട്. അഭയം കൊടുത്തവരെ കൈവിടുക എന്നുള്ളത് അറബികളുടെ പാരമ്പര്യത്തിലുള്ളതല്ല. നമ്മൾ നശിച്ചാലും ശരി, നമ്മൾ അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഖത്തർ അമീർ തമീം. അന്ന് തമീമിന്റെ എപ്പോഴും നല്ല പ്രഭാഷണം നടന്നിരുന്നു യുണൈറ്റഡ് നേഷനിൽ. ഞങ്ങൾ സത്യത്തിന്റെ കൂടെ ആയിരിക്കും. ഇസ്രായേലിന്റെ ഓരോ ഓപ്പറേഷനുകളെയും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്ത്, വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല, കൈകാര്യം ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് ആ ഖത്തറിനെ കൈകാര്യം ചെയ്ത് ആ പിറ്റേന്ന് നമ്മൾ പറഞ്ഞല്ലോ, ന്യൂസിന്റെ തലക്കെട്ട് മാറണല്ലോ, പ്രത്യേകിച്ച് അമേരിക്കയിൽ മാറണം. കാരണം ട്രംപ് ഇത് നമ്മുടെ ഈ പണ്ടെങ്കിൽ ഇവിടെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, എവിടെ നമ്മുടെ കാളിയാവില് ഒന്നാം പിണറായി സർക്കാർ, ഇപ്പത്തെ സർക്കാരല്ല, ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ഉടനെ ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു ഇവിടെ. കാളിയാവ് ഭാഗത്ത് കൊണ്ടുവന്നിട്ട് 2-3 നക്സലൈറ്റുകളെ വെടിവെച്ച് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അത് കൈകാര്യം ചെയ്ത് പിറ്റേന്ന് നക്സലൈറ്റുകളെ നമ്മുടെ നാട്ടിൽ എന്ത് നക്സലൈസം കൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം. അങ്ങ് നടക്കുന്നുണ്ട്. എവിടെ? നമ്മൾ പറയുന്ന ആന്ധ്രാപ്രദേശ് മുതൽ ബംഗാൾ വരെയുള്ള ദണ്ഡകാരുണ്യ മരനിലകൾ എന്നൊക്കെ പറയുന്ന, എന്താണ് പറയാ, നക്സലൈറ്റ് ഇടനാടി എന്നൊക്കെ അതിന് ഓമനപ്പേരുണ്ട്. ഈ ഭരണകൂടങ്ങളുടെയും ഇന്റലിജൻസിന്റെ ഒക്കെ വിഷയത്തില് ഇവരുടെ ഭരണമല്ല നക്സലൈറ്റുകൾ നേരിട്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശങ്ങൾ മുഴുവൻ വൻകിട കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും ചുളുവിലയിൽ, അതാണ് ഇപ്പൊ ആസാമിൽ നടക്കുന്നത്. ആസാമിൽ ഇപ്പൊ നടക്കുന്നത് അദാനിക്കും ലോക കോർപ്പറേറ്റുകൾക്കും ചാർത്തിക്കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളും പിന്നോക്കവർഗങ്ങളും ഒക്കെ താമസിക്കുന്ന പ്രദേശങ്ങൾ, ആദിവാസികളും പട്ടികജാതി പിന്നോക്കവർഗങ്ങളും ഒക്കെ താമസിക്കുന്ന പ്രദേശങ്ങൾ, ആന്ധ്ര മുതൽ അവിടെയാണ് നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. കേരളത്തിൽ പോലും പണ്ടത്തെ ഒരു ഓപ്പറേഷൻ അങ്ങനെ നടന്നൊന്നുമില്ലാതെ ഇതിന് വലിയ സാധനമൊന്നുമില്ല. പുതിയ കാലത്ത് പ്രത്യേകിച്ചുമില്ല. കാരണം അവരൊക്കെ ഇപ്പൊ തൗബീസ്തിഗ്ഫാറൊക്കെ ചെയ്ത് തീർത്ഥാടനം ചെയ്ത് പല സ്ഥലത്തും കയറിയിരിക്കുകയാണ്. പഴയ നക്സലൈറ്റ് നേതാക്കന്മാർ എന്ന് പറയുന്നത് പുതിയ കാലത്തെ വിപ്ലവകാരികളും വിമോചകന്മാരായിട്ടൊന്നും എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു പോലീസ് സ്റ്റേഷന് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് പൊട്ടിച്ചു. 2 കാരണങ്ങളുണ്ടെന്ന്. ഒന്ന്, കേരളത്തിന്റെ പോലീസിനെ എന്ത് ചെയ്യണം? വരുതിയിലാക്കണം. വരുതിയിലാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോലീസിനെ വരെ. ഒന്ന് ഇസ്ലാമിക് ഭീകരത, രണ്ടാമത് നക്സലൈറ്റ് ഭീകരത, കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന് പറയാം. അത് ഇവിടുത്തെ CPM പറയാൻ അത്ര ധൈര്യം ഉണ്ടാവില്ല. ഓൾ ഇന്ത്യ ലെവലിൽ സംഘപരിവാർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരത, ഇസ്ലാമിക് ഭീകരത എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ കുത്തുവാള എടുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നിഴലിൽ നിർത്തണം. അപ്പൊ ആദ്യം കൊണ്ടുവന്നിട്ട് വെടിവെച്ച് വീഴ്ത്തി. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെയാണ് പിണറായി. അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പോലീസിൽ RSSകാരുണ്ട്. ഓലാളെ കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലുന്നത് ആരോട് ചോദിച്ച് എവിടെ പറഞ്ഞു ഒരു മറുപടി അതിനുണ്ടാവില്ല. സാധനം ഓലോട് നടത്തിയിട്ടുണ്ടാവും, ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ടാവും. പിന്നെ മുഖ്യമന്ത്രി പറയാൻ പറ്റും ഞാനിത് അറിഞ്ഞില്ലാന്ന്, പിന്നെ ഇയാളെന്തിനാ മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനടക്കം ചോദിക്കൂല. നമ്മളല്ല, അല്ല അൻവറും അല്ല, ബാക്കിയുള്ളവരും ചോദിക്കില്ല ഇയാളെന്താ മുഖ്യമന്ത്രിയാണെന്ന്. അറിഞ്ഞെന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി. ഇത്രയും കഴിവിട്ടാണ് ഇരിക്കുന്നത്. ഒരു പോലീസിൽ സംഘപരിവാർ നടത്തുന്ന ചില്ലറ ഓപ്പറേഷനുകൾ പോലും തടയാൻ കഴിയാത്ത ഗതികിട്ട മുഖ്യമന്ത്രിയാണ് ഇയാളെന്ന് ആര് പറയും? ഈ നാട്ടിലെ മീഡിയയും സംഘപരിവാരവും പ്രചണ്ഡമായി രണ്ടാണെങ്കിലും ഇരുതല മൂർച്ചയുള്ള പ്രയോഗം. മിക്കവാറും ചാർലി കിർക്കിനും മൊസോദ് കൊടുത്തിട്ടുള്ള പടി അതാണ്. എന്ത്? അവരെ കൊണ്ടുപോയിട്ട് വെടിവെച്ചു വന്നു. അതുപോലെ തന്നെ ഖത്തറിലേക്ക് ആക്രമണം നമ്മുടെ പത്രത്തിൽ വായിച്ച ട്രംപ് അറിഞ്ഞില്ല. ട്രംപ് പറഞ്ഞത് ആക്രമിക്കുന്ന സമയത്ത് തന്നെ വിളിച്ചതെന്നാ.
ട്രംപ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഈ പിണറായി വിജയന്റെ ഗതികളിലായിരിക്കും ട്രംപ് ഉണ്ടാവുക. കാരണം ഇത് മൊസാദാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, ചിലപ്പോൾ ട്രംപിനെ പോലും വരുതിയിലാക്കണമെങ്കിൽ, അദ്ദേഹത്തെ വീഴ്ത്തണമെങ്കിൽ, ഇങ്ങനെ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? സാധനം ചെയ്ത് ഇനി ഖത്തറിലേക്ക് സാധനം കൊടുത്തു. ഹമാസ് ആ ചർച്ച നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇസ്രായേല് പിന്മടങ്ങേണ്ടി വരും. ഇസ്രായേലിന് ഒരിക്കലും മടങ്ങാൻ പറ്റില്ല. അതിന്റെ വിശംസകൾ ഇസ്രായേലിനെ അത് സമ്മതിച്ചാലും ശരിയാണ്, സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിനെതിരെ ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ എത്തിപ്പെട്ട ഗതികളിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. ഇനിയിപ്പോ NSSനെയും വെള്ളാപ്പള്ളിനെയും അമൃതാനന്ദയിലൊക്കെ കൂട്ടുപിടിച്ചാലും ശരി, കൂട്ടുപിടിച്ചിട്ടില്ലെങ്കിലും ശരി, അതിന്റെ സ്വാഭാവികമായ പരിണതിയിലേക്ക് ഇഷ്ടമായിട്ട് പറയുന്ന വർത്താനൊന്നുമല്ല കേട്ടോ. എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട, അതിനെ വെച്ച പരിപാടിയല്ല ഇത്. ആ നിരക്കുള്ള എല്ലാ വിഷയങ്ങളും സൂചിപ്പിച്ച വേടയിൽ അത് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് കടപുഴകി എറിയപ്പെടണമെന്നും അത് തകർന്ന് തരിപ്പണമാകണമെന്നും ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമി? ആശയപരവും ദർശനപരമായിട്ടുള്ള നല്ല സംവാദങ്ങളും സംഭാഷണങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ദൈവപ്രസ്ഥാനമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സംഘടനകളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ക്യാപിറ്റലിസം പോലെ, ലിബറലിസം പോലെ, സിയോണിസം പോലെ കമ്മ്യൂണിസം ഒരു ഭൗതിക പ്രസ്ഥാനമാണ്, ദൈവിക പ്രസ്ഥാനമല്ല, ഈശ്വരപ്രാപ്തമായ പ്രസ്ഥാനങ്ങളല്ല. ആ ഒരു ആശയതലത്തിൽ നിന്നുകൊണ്ടുള്ള വലിയ സംവാദങ്ങളും കൈമാറ്റങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതേസമയം ഒരു ജനാധിപത്യ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കേരളത്തിന്റെ അകത്തളങ്ങളിൽ നിലനിൽക്കേണ്ട പ്രസ്ഥാനമായി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും സാധാരണ മനുഷ്യരൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ വിചാരിച്ചിട്ട് എന്താ കാര്യം? RSS ഏതായാലും തീരുമാനിച്ചിരിക്കണം. അതിനെ കെട്ടിപ്പിടിച്ചിട്ടും പിടിച്ച് ഞെക്കിയമർത്തിയിട്ടും രണ്ട് രീതിയിലും അതിനെ കൈകാര്യം ചെയ്യാതിരുന്നു ആ പടി. പക്ഷേ ആ കുടിയിൽ അതുകൊണ്ട് എന്ത് കളി കളിച്ചാലും, ജയിച്ചാലും ശരി തോറ്റാലും ശരി, എന്തായിരിക്കും കേരളത്തിന്റെ ഒന്നുകിൽ സംഘപരിവാരത്തിന്റെ ഗവൺമെന്റ് അഖിലേന്ത്യാ തലത്തിൽ തകർന്ന് തരിപ്പണമായില്ലെങ്കിൽ കേരളത്തിൽ വളരെ പെട്ടെന്ന് അസ്തമിച്ച് 5-8 കൊല്ലത്തിന്റെ ഇടയിൽ അസ്തമിച്ചു പോകുന്ന ബംഗാളിനെ പോലെ, ത്രിപുരയെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വളരെ അടിസ്ഥാനപരമായി ധാരണയുള്ളവർ ചിലപ്പം ചെയ്യും ആത്മാർത്ഥമായിട്ട്. ബാക്കിയൊക്കെ ചോന ചരട് കെട്ടിയിട്ടുണ്ട്. അത് കാവിയിലേക്ക് പോകാൻ ഒരു പണിയില്ല. ചരടനെ കെട്ടാതിരിക്കലായിരുന്നു നല്ലത്. കാരണം കെട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ കിട്ടുന്ന ചരട് എടുക്കണം, ഒരു ചുവപ്പ് കിട്ടും, ഒരു കറുപ്പ് കിട്ടും, പിന്നെ അതിന്റെ ഇടയിൽ ഒരു മഞ്ഞയും കൂടി കിട്ടും. അപ്പൊ എന്തായി? ഭേദം കാണണമെന്ന് തിരിച്ചറിയില്ല. നീ ഏതെങ്കിലും 2 ഒഴിവാക്കിയാൽ മതി. മിക്കവാറും ചുവപ്പും അതിലെ കറുപ്പും ഒക്കെ പോയിട്ട് കാവി മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. ഇത് രാമന്റെ കാവ്യം, കൃഷ്ണന്റെ കാവ്യം, സന്യാസിമാരുടെ കാവ്യമൊന്നുമല്ല. ഇത് ഗോഡ്സെയുടെ കാവ്യാണ്, സംഘപരിവാരത്തിന്റെ കാവ്യാണ്. മൊസാദിന്റെ പോറ്റുപുത്രനാണ് RSS എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ കടന്നു പോണില്ല. ആരാണ് മൊസാദിന് രൂപം കൊടുത്തത് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ തുർക്കിയെയും ഇന്ത്യയെയും ഒരേ സമയം ടാർഗറ്റ് ചെയ്തുള്ള അതിഗംഭീരമായ ഓപ്പറേഷനുകൾ സയനിസം നടത്തിയിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സയനിസത്തിൻ്റെതായിരുന്നു, യഹൂദ കമ്പനിയായിരുന്നു അത്. സയനിസ്റ്റ് റോത്ത് ചൈൽഡ് ഫാമിലി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ കോടിക്കണക്കിന് രൂപയുള്ള രാഷ്ട്രങ്ങളെക്കാൾ സമ്പദ്ഘടനയുടെ കരുത്തുള്ള ലോകത്തെ മിക്ക കോർപ്പറേറ്റ് സംവിധാനങ്ങളിലും പണം നിക്ഷേപിച്ച് തങ്ങൾക്കനുസൃതമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ റോത്ത് ചൈൽഡ് ഫാമിലിയുടെ സാമ്പത്തിക കമ്പനിയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അറിയോ നിങ്ങള്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടാണ് ഈ രാജ്യത്തെ മുഗളന്മാരെ വന്നിട്ട് ഇവിടെ കുഴപ്പമാണ്. ഒരു തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഒരു തമ്മിൽ മാത്രമല്ല, ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും. നമ്മുടെ കേരളത്തിലേക്ക് എത്ര യുദ്ധം നടന്നിട്ടുണ്ടോ? ഈ മഹാമാങ്കം നടന്ന തിരുനാവായി കാര്യം നിങ്ങൾ കോലത്തെരിയും സാമൂതിരിയും തമ്മിൽ നടന്നത്. ഇവരെ വർത്താനം കേട്ട RSSന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അവിടെ യുദ്ധം മുഴുവൻ നടന്നത്. ആ യുദ്ധങ്ങൾ കേവല രാഷ്ട്രീയമായിരുന്നു. മുസ്ലിം നവാബുമാർ ഹൈദരാബാദിനെ തകർത്ത മുഗളന്മാരാ 1ാം ഘട്ടത്തിൽ. അറിയോ നിങ്ങള്? നിസാം ഷാഹി എന്ന് പറയുന്ന, കുത്തുബ് ഷാഹി എന്ന് പറയുന്ന ഈ ചാർമിനാറും ഗോൽക്കൊണ്ടയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അവർക്കെതിരെ ഗംഭീരമായ പടനീക്കം നടത്തിയത് അത് മുസ്ലിം ഭരണകൂടമായിരുന്നു. ആ മുസ്ലിം ഭരണകൂടത്തെ തകർത്തത് ഔറംഗസീബായിരുന്നു. അതിന് ഇസ്ലാമിനൊന്നുമല്ല പങ്ക്. അന്ന് അവരുടെ രാഷ്ട്രീയ സാമൂഹിക താല്പര്യങ്ങളുണ്ട്. അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ നടന്നിട്ടുണ്ട്. കോലത്തിലും ഈ ടിപ്പു സുൽത്താനെ കേരളത്തിലേക്ക് വിളിച്ച കൊല്ലങ്കോട് രാജാവാണെന്ന് സാമൂതിരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സാമൂതിരി അത്യാവശ്യം തൊഴിലിപ്പ് സ്വരൂപത്തിൽ നിന്ന് പോയി കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ സംവിധാനങ്ങളൊക്കെ ആയി ചെറിയ ചെറിയ കോവിലങ്ങളെയൊക്കെ കൈവശപ്പെടുത്തി സാമന്തന്മാരാക്കി മാറ്റിയപ്പോ അതിന് വഴങ്ങിക്കൊടുക്കാൻ മടിയുള്ള കൊല്ലങ്കോട് രാജാവാണ് ഇതാ ഇയാളെ കടന്നാക്രമിക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചത്. കോലത്തിന് ഉള്ളവനാണ്. നമ്മുടെ പെരിന്തൽമണ്ണ അടങ്ങുന്ന പ്രദേശങ്ങൾ, ഇതാവേക്കുള്ള പ്രദേശങ്ങൾ സാമൂതിരിയുടെ കയ്യിലേക്ക് പോകുന്നതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ശേഖോന്മാർ എന്ന് പറഞ്ഞിട്ട് ചേകവന്മാർ, ഒന്നാം ലോകത്തിലെ തന്നെ അപൂർവം. അപ്പൊ നമ്മൾ പറയലോ ആത്മഹത്യാ സ്ഫോടനം എന്നൊക്കെ, സ്വയം മരിക്കുന്നത് വരെ പോരാടുക. അതാണ്
ഈ കോലത്തിരിയുടെ കീഴിൽ അതായിരുന്നു മാമാങ്കം എന്നൊക്കെ പറയുന്നത്. തമ്മിൽ യുദ്ധങ്ങൾ ആരൊക്കെ നടത്തിയിട്ടുണ്ട്? അത്രയും യുദ്ധങ്ങള് അതേസമയം ഒരു ഇവിടെ തന്നെ ജീവിച്ചു, ഇവിടെ തന്നെ മരിച്ചു. ഇവിടുന്ന് ഈ നിലമ്പൂരിൽ റെയിലുണ്ടാക്കിയിട്ട് മുഗളന്മാര് സ്വത്തെല്ലാം കൂടി മംഗോളിയ ഈ പേരേക്കുമ്പോൾ മുഗളന്മാരെ അറബികളാണെന്ന് ഈ സംഘപരിവാർ അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കുക. മുഗളന്മാര് മംഗോളിയക്കാരാണ്. ചെങ്കിസ് ഖാന്റെ, തിമൂറിന്റെ, ഹലാക്കു ഖാന്റെ, ഹുലാക്കു ഖാൻ എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന അവരുടെ പിന്മുറക്കാരാ. അറബ് പാരമ്പര്യമുള്ളവരല്ലാവർ അഫ്ഗാൻ അതുപോലെ തന്നെ മംഗോളിയൻ പാരമ്പര്യമുള്ളവരാണ്. അതാണ് മുഗളന്മാർ എന്നല്ല പറയാനുള്ള കാരണം. മംഗോൾ എന്ന് പറഞ്ഞാൽ ചൈനന്റെ മോഡലുള്ള ഭാഗം ഒരു കാലഘട്ടത്തിൽ അവർ ലോകത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ വന്ന് അധികാരം പിടിച്ച് അവിടെ അതിജീവിച്ച് പിന്നീട് ഇന്ത്യയിലേക്കും നയിച്ചു. പക്ഷേ അതിന്റെ ഇടയിൽ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ബാബറായി, അതുപോലെ തന്നെ ഹുമയൂണായി, ഔറംഗസീബായി രൂപപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷെ ചരിത്രത്തിൽ അതിനെ കൊണ്ടുപോയിട്ട് എന്ത് വെക്കും? മുഗളന്മാരെന്ന് പറഞ്ഞാൽ അറബികളാണ് എന്ന് വായിച്ച കേൾക്കുന്നത് പോലെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഭരണകൂടങ്ങളിലേക്ക് ചരിത്രതാണ് ഞാൻ പറഞ്ഞത്. അവർ വന്നു. ആ മുഗള അന്നത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ബർമ്മ മുതൽ ആ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി വരെ, ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നീണ്ട ആ തുർക്കിയെയും ഇന്ത്യയെയും തകർക്കുന്നതിന് വേണ്ടി സയനിസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയത്. ഇന്ത്യയായി, പാകിസ്ഥാനായി, ബംഗ്ലാദേശ്. നമ്മൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ ജിന്നാ സാഹിബിനെയും അതുപോലെ തന്നെ ആരെയാണ് അപ്പുറത്തേക്കാണ് കൊണ്ടുപോയിട്ട് മുസ്ലിമിനെയും ഒക്കെ ഇരകളായിട്ടുണ്ട്. മുസ്ലിം സമുദായം സാമുദായിക വാദങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെ സൂക്ഷ്മ ഇത് വിഭജിക്കപ്പെടേണ്ട ഒന്നാണ്. ഹിന്ദു സവർക്കർ, അവിടെ വീര സവർക്കറാണ് ആദ്യമായിട്ട് ഇന്ത്യ വിഭജിക്കണമെന്ന് പറഞ്ഞത്, മുസ്ലിങ്ങളല്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രം. അവിടുന്നൊക്കെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ ഓപ്പറേഷൻ അന്ന് മുതൽ ഇതിന്റെയൊക്കെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ യഹൂദ കമ്പനിയായിരുന്നു. അതുകൊണ്ട് ലോകത്തുടനീളം, അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു കട്ടുകേൾക്കലും അശുദ്ധങ്ങൾ ഭുജിച്ചും എല്ലാ അവിഹിത സമ്പത്തും കൈവശപ്പെടുത്തിയുമാണ് സയനിസം. യഹൂദന്മാരല്ല സയനിസം മുമ്പോട്ട് പോയിട്ടുള്ളത്. അവര് ഈ പണി നടക്കുക. അപ്പോ ആ ട്രംപിനടക്കം അവരെന്ത് ചെയ്യും? വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഇനിയിപ്പോ ട്രംപിനും യഹൂദനെ കൈകാര്യം ചെയ്യുന്നില്ല, ഇസ്രായേലിസത്തെ കൈകാര്യം ചെയ്യും. അയാളെ പറ്റും. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി രണ്ടാം പ്രസിഡന്റായിട്ടൊക്കെ വരാൻ പോലും സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ ചാർലി കിർക്ക്. ആ ചാർലി കിർക്കിനെയാണ് ഒരൊറ്റടിക്ക് വീശി കളഞ്ഞത്. എന്തായിരിക്കും കേൾക്കുന്നത്? പല വായനകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വായനകളിലൊന്ന്, ട്രംപ് നീയും നമ്മളുടെ സ്കെച്ചിലാണുള്ളത്. ഈ അങ്ങനെ പൊളഞ്ഞ് ഞങ്ങളെ അടക്കം വര വെച്ചിട്ട് നിർത്തിയിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഖത്തറിനെ മീഡിയേറ്ററാക്കി ചർച്ചയൊക്കെ നടത്തി വിഷയങ്ങൾ പരിഹരിച്ച് കളയാമെന്നൊന്നും വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് നിലപാടുമായിട്ട് നീ പോയാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വലത് കൈയാണ് ഈ ചാർലി കിർക്ക്. ഓനതാ നമ്മൾ ശരിയാക്കിയിരിക്കുന്നത്. ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. അതിന് പല വാദങ്ങളുമായി. കൊല്ലാൻ ആളെ കിട്ടുട്ടോ, അത് വേറെ ചർച്ചയാണ്. കൊല്ലാൻ വിലക്കെടുത്താൽ ആരെ വേണമെങ്കിലും കിട്ടും. ആ വായനടക്കം അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ട്രംപിനുള്ള. അപ്പൊ ട്രംപിനെ പോലത്തെ ഒരു സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞിരുന്നു, നിങ്ങൾ PR വർക്കായിട്ട് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ടൊന്നും കാര്യമില്ല. PR വർക്കിൽ ഏറ്റവും മികച്ച പണിയെടുക്കുന്നവരാണ് ഇസ്രായേൽ. നമ്മളൊക്കെ ഇപ്പോഴല്ലേ PR വർക്ക് എന്ന് കേൾക്കുന്നത്. നിങ്ങൾ ഗാന്ധിയുടെ പേരിൽ IPH പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്, ഗാന്ധിയും അറബിയും എന്ന് പറഞ്ഞിട്ട്. മഹാത്മാഗാന്ധിയും അറബികളും ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഒരു UAE ഒരു രാജകുമാരൻ എഴുതിയിട്ടുള്ള പുസ്തകമാണത്. ആ പുസ്തകത്തില് 1940കളിൽ മൊസാദിന്റെ PR അതും ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സയനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്നിട്ട് മഹാത്മാഗാന്ധിയോട് നമുക്ക് ആദരവ് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലാണെന്ന് അദ്ദേഹം സമ്മതിച്ചു കൊടുത്തില്ല. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഫലസ്തീനിൽ നിന്ന് ഫലസ്തീനിൽ ഇസ്രായേൽ ഉണ്ടാക്കണം. അതുകൊണ്ട് ഫലസ്തീനികളെ മാറ്റി ഇസ്രായേൽ രാജ്യമുണ്ടാക്കണം. ഗാന്ധി ചരിത്ര പ്രസിദ്ധമായ മറുപടി കൊടുത്തത് ഫ്രാൻസ് ഫ്രഞ്ചുകാരൻ്റെതാണ്, ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരുടേതാണ്, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്, ഫലസ്തീൻ ഫലസ്തീനികളുടേതാണ്, അത് യഹൂദന്മാരുടേതല്ല. ആ നാട്ടിലുള്ളവർ ആരാണോ അവരുടേതാണ് ആ നാട്. അതല്ലാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള യഹൂദന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തി അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ പറിച്ച് വലിച്ചെറിഞ്ഞ് നിഷ്ഠൂരമായിട്ട് കൈകാര്യം ചെയ്ത് ഒരു രാജ്യമുണ്ടാക്കാൻ 3 പ്രാവശ്യം വന്നതാ ഗാന്ധിയുടെ അടുത്ത് PR വർക്ക് നടത്തിയിട്ട്. അതാ നമ്മൾക്കൊക്കെ PR വർക്ക് എന്താന്ന് തിരിയണത്. വളരെ അദ്ദേഹത്തെ ബ്രെയിൻ എന്താ പറയാ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ. പക്ഷെ ഗാന്ധി വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് RSSനെ കൊണ്ട് ഗാന്ധിയെ കൊല്ലിച്ചതിൽ പോലും മൊസാദിന്റെ ചരടുകൾ ഉണ്ടാകാനാണ് ചരിത്രപരമായ സാധ്യതകൾ. കാരണം ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിൽ വലിയൊരു തടസ്സമായി നിന്ന കക്ഷിയായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹത്തിനെ ശരിയാക്കി. പിന്നെ പറഞ്ഞത് ആ
കുവൈത്തും കഴിഞ്ഞ് ദോഹയെ ആക്രമിച്ച്, ഖത്തറിനെ ആക്രമിച്ച്, ചാർലി കിർക്കനെ കൊന്ന് ഗത്യന്തരമില്ലാത്ത, ഇനി യുദ്ധം ചെയ്യാനും പറ്റില്ല, യുദ്ധം ചെയ്യാതിരിക്കാനും പറ്റില്ല എന്ന ഗതികേടിലെത്തിയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു മിനിഞ്ഞാന്ന് പാർലമെന്റിൽ എത്തിയപ്പോൾ അംഗരാഷ്ട്രങ്ങളിലെ ഭൂരിപക്ഷവും എഴുന്നേറ്റ് പോയി. എന്തുകൊണ്ട് ഗസ എന്ന ചോദ്യത്തിന്റെ ഏറ്റവും മനോഹരമായ മറുപടിയാണത്. ഇല്ലെങ്കിൽ ഭൂപടത്തിലില്ല, ഉണ്ടാകുമായിരുന്നിട്ടില്ലാത്ത സൗദി അറേബ്യയെ കൊണ്ടും UAE കൊണ്ടും ഖത്തറിനെ കൊണ്ടും മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളെ കൊണ്ടുമൊക്കെ അംഗീകരിപ്പിച്ച് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നിടത്ത് നിന്ന് അംഗരാജ്യങ്ങൾ മുഴുവൻ ആരായിരുന്നു? അന്നത്തെ വാപ്പ ബ്രിട്ടനായിരുന്നു, അമേരിക്കനെ പോലെ. ട്രംപ് പണിയെടുക്കണ പോലെ, ഒബാമ പണിയെടുക്കണ പോലെ, ക്ലിന്റൺ പണിയെടുത്തതുപോലെ ഇസ്രായേലിന് വേണ്ടി പണിയെടുത്തു കൊടുത്തത് അന്ന് ബ്രിട്ടനായിരുന്നു. ബ്രിട്ടന് ഈ റോത്ത്ചൈൽഡ് ഫാമിലി കടം കൊടുത്ത് മുടിച്ചിട്ടാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഇസ്രായേൽ സയനിസ്റ്റ് അനുകൂലമാക്കി മാറ്റിയത് എന്ന് അതിന്റെ ചരിത്രം പഠിച്ചങ്ങൾക്ക് മനസ്സിലാവും. കടക്കണിയിൽ കൊണ്ടുപോയി, അപ്പൊ കടം കൊടുത്തു ബാങ്ക്, യഹൂദന്മാരുടെ ബാങ്ക്. ലോകത്തിലെ ഊഹക്കച്ചവടം, പലിശ കച്ചവടം, ഇതിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നത് ഇസ്രായേലാണ്, സയനിസമാണ്. അത് നമ്മുടെ നാട്ടിലെ സാമൂഹിക സഹകരണ ബാങ്കാണെങ്കിലും ശരി, IMF-ഉം ADB-യും അടക്കമുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുകളാണെങ്കിലും ശരി, സാമ്പത്തിക രംഗത്ത് ലോകത്ത് എങ്ങനെ നടക്കണമെന്ന് പറയുന്ന കച്ചവടങ്ങളിലെ ഏറ്റവും ഭീകര കച്ചവടമായ ഊഹക്കച്ചവടമടക്കം നടത്തി. ഒരു മാന്യതയില്ലാത്ത കച്ചവടം. സാധനം നേർക്കുനേരെ കൈമാറ്റം ചെയ്യുന്നതിനപ്പുറം കളവുകളും അതിശയോക്തികളും അതുപോലെ തന്നെ കപട അവതരണങ്ങളും ഒക്കെ നടത്തി കൃത്രിമമായി മാർക്കറ്റിൽ വില കൂട്ടിയും കുറച്ചുമൊക്കെയുള്ള വളരെ അപകടകരമായ അതുകൊണ്ടല്ല പറഞ്ഞ കാലൂന സ്വഹത്തെ മാലിന്യങ്ങളെ ഇവർ തിന്നു, വളരെ ദുഷിച്ച മാലിന്യങ്ങൾ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്ന ഇസ്രായേൽ. ഇസ്രായേലിന് ഇന്ന് മിനിഞ്ഞാന്ന് നമ്മൾ കാണുകയാണ്. ബ്രിട്ടൻ അടക്കം എന്ത് ചെയ്തു? ഫ്രാൻസ്, സ്പെയിൻ പറഞ്ഞ കേട്ടില്ല നിങ്ങൾ? ഇപ്പം സമൂഹ് ഫോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗസയിലേക്ക്. സമൂഹ് ഫോട്ടല്ല നമ്മുടെ അറബ് രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു മനുഷ്യന് ഈ സംഘപരിവാരത്തിലൊക്കെ. കാരണം സംഘപരിവാരം എന്ന് പറഞ്ഞാൽ ദേശസ്നേഹമുള്ള സംഘമാണ്. നിങ്ങൾ ഇവിടെ സംഘപരിവാറിന്റെ പ്രവർത്തകരുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ ദേശസ്നേഹം പഠിക്കേണ്ട ഹമാസിനെ കണ്ടിട്ടാ? അറിയോ നിങ്ങള്? ലോകത്ത് ഇത്രയും വലിയ ദേശസ്നേഹികൾ വേറെ ഉണ്ടാവില്ല. അറിയോ നിങ്ങള്? ഹമാസിന്റെ മുമ്പിൽ വെച്ച ഓഫറുകളുണ്ട്. നിങ്ങളെ വാ ഈജിപ്തിലേക്ക്, നിങ്ങളെ വാ UAE-യിലേക്ക്, നിങ്ങളെ വാ സൗദിയിലേക്ക്, നിങ്ങളെ വാ അമേരിക്കയിലേക്ക്, നിങ്ങളെ വാ യൂറോപ്പിലേക്ക്. ഈ പ്രശ്നം തീരുമല്ലോ. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. നിങ്ങളെന്തിനാണ് ഇവിടെ കടന്ന് പെരുങ്ങുന്നത്? നിങ്ങളെന്തിനാണ് ഇവിടൊക്കെ തന്നെ തുറന്നു കൂടുന്നത്? അവർ പറഞ്ഞ വർത്തമാനം, ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങൾ ജനിച്ച മണ്ണാണ്, ഞങ്ങളുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വിശ്വാസം കൊണ്ടും ഞങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന മണ്ണാണിത്. അതുകൊണ്ട് ഞങ്ങൾ തോറ്റാലും ശരി, അവസാനത്തെ ഗസയിലെ ഫലസ്തീനിലെ പൗരൻ വധിക്കപ്പെട്ടാലും ശരി, രക്തസാക്ഷികളായിക്കൊണ്ടല്ലാതെ ഇസ്രയേലിന് ഒഴിഞ്ഞുകൊടുത്ത് ഈ പ്രദേശം അവർക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഒടുങ്ങില്ല, ഞങ്ങൾ പോരാടും. നിങ്ങൾക്ക് സംഘ RSS-നോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പഠിക്ക്. ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രാജ്യസ്നേഹത്തിന്റെ ലോകത്തിലെ തന്നെ അപൂർവ മാതൃകകളിലൊന്നാണ് അവർ. എന്തൊരു ഗംഭീരം പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അമേരിക്കയിൽ നിന്ന് നിങ്ങളെ ഇവിടുന്ന് വന്നു, ഇസ്രായേലിൽ നിന്ന് വന്ന റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി പറഞ്ഞത് 2 കൊല്ലത്തിനുള്ളിൽ ഇസ്രായേൽ തീരും. 2 കൊല്ലം കൂടി. സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ വെച്ചുകൊണ്ട് പണ്ട് നമുക്കായിരുന്നു അനുകൂലം ലോകം മുഴുവൻ. പക്ഷെ ഇന്ന് ലോകത്തെ 75-80%, അമേരിക്കയിലൊക്കെ വന്ന പുതിയ കണക്കുകളുണ്ട്, 60% ചെറുപ്പക്കാരുടെയും ഹീറോയാണ് ഹമാസ്. മുസ്ലിം ചെറുപ്പക്കാരുടെയും കേട്ടോ. അമേരിക്കയിലെ യുവാക്കൾ ഫലസ്തീൻ ആർക്കാണ് കൈമാറേണ്ടത്? ഹമാസിന് കൈമാറണമെന്നാണ്. അവിടുത്തെ വലിയ വലിയ പബ്ലിക് സംവിധാനങ്ങളുടെ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് അമേരിക്ക നടങ്ങുന്ന സ്പെയിന്, ഇറ്റലി, ഹോളണ്ട്, ജർമ്മനി, അതുപോലെ തന്നെ ഫ്രാൻസ്, വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ എന്താണെങ്കിലും ശരി ഫലസ്തീൻ ഉണ്ടാവണം, ഫലസ്തീനും വേണം, ഫലസ്തീൻ വേണ്ട എന്ന് പ്രസംഗിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫലസ്തീൻ വേണമെന്നുള്ളതിലേക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിൽ നിന്ന് ബഹിഷ്കരിച്ചും തിരസ്കരിച്ചും യുണൈറ്റഡ് നേഷൻ ശൂന്യമാകുമാറ് ഹമാസിന്റെ ഇസ്സുദ്ദീൻ അൽ ഖസ്സാമിന്റെ ഗസ്സയിലെ പോരാളികൾ തുല്യതയില്ലാത്ത വില നൽകിക്കൊണ്ട് ഈ പൈശാചിക രാഷ്ട്ര സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ, ശാസ്ത്ര, കലാ സംവിധാനത്തിനെതിരെ
ലോകത്തിന്റെ ഇമാമായി, ക്യാപ്റ്റനായി, ലീഡറായി, പലവനായി ഈ ഒരു കൊച്ചു രാജ്യം, വൻകിട രാജ്യങ്ങളടക്കം ഈ ഒരു പ്രദേശം, രാജ്യം പോലുമല്ല, രാഷ്ട്രമാണെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി കൈകാര്യം ചെയ്യായിരുന്നു ഇസ്രായേലില്. പക്ഷെ ഇസ്രായേൽ കുടുങ്ങി. ഇതൊരു രാജ്യമല്ലല്ലോ, ഗസ ഒരു ജനവിഭാഗമാണ്, രാജ്യത്തിന് ഉള്ളിലെ ഒരു പ്രദേശമാണ്. ആ പ്രദേശം ലോക ഡിപ്ലോമാറ്റിക് സംവിധാനങ്ങളുടെ ആ മതിലുകൾ വരച്ചിട്ട് അതിന്റെ നിയമ കൺട്രോളുകളിൽ നിന്നുകൊണ്ട് കൈകാര്യം പോലും ചെയ്യാൻ സമ്മതിക്കാത്തവണ്ണം ഗസ എന്ന് പറയുന്ന കൊച്ചു തുരുപ്പ് അമേരിക്കയുടെയും ആസ്ട്രേലിയയുടെയും ഇന്തോനേഷ്യയുടെയും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയുടെയും ഒക്കെ ഹീറോയായി മാറിക്കൊണ്ടിരിക്കുന്ന, പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങളില്ല എന്നല്ല, വലിയ വിലയാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞ പോലെ വല നബുലുവന്നക്കും, ഇതിന് മുമ്പുള്ള 2 സൂക്തങ്ങളുണ്ട്. നിങ്ങൾ സൂറത്തുൽ ബഖറയില് യാ അയ്യുഹല്ലദീന ആമനൂ തസ്ബിറൂ വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുക. ഇത് വളരെ പ്രധാനപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കേവല ഒരു രസതന്ത്രം കൊണ്ട്, നമ്മൾ ഭയറ്റുന്ന ഏതെങ്കിലും ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങൾ കൊണ്ട് അതിജീവിക്കാൻ കഴിയുമെന്നല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം അതിൽ ഡിപ്ലോമാറ്റിക്കിന് എല്ലാ കരാറുകളെയും ലംഘിച്ച ചരിത്രമുള്ളവരാണ് യഹൂദന്മാർ. അവർക്ക് യുണൈറ്റഡ് നേഷൻ പ്രശ്നമല്ല, അവർക്ക് ബ്രിട്ടീഷ് പാർലമെന്റ് പ്രശ്നമല്ല, അവർക്ക് യൂറോപ്യൻ പാർലമെന്റ് പ്രശ്നമല്ല, അവർക്ക് അമേരിക്കൻ വൈറ്റ് ഹൗസ് പ്രശ്നമല്ല, ഇന്ത്യയുടെ നരേന്ദ്രമോദി ഒന്നും ഏതായാലും പ്രശ്നമല്ല. ഇത് ചക്കിക്കൊത്ത ചങ്കർ എന്ന് പറഞ്ഞു അത് രണ്ടും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഈ പുതിയ അന്താരാഷ്ട്ര സംവിധാനങ്ങളിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഹമാസിനെ ഇനി നരേന്ദ്രമോദി അംഗീകരിക്കും നമുക്കറിയില്ല. ചിലപ്പോൾ അതൊക്കെ സംഭവിക്കും. താലിബാൻ അംഗീകാരം കൊടുക്കില്ല. താലിബാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരാണ്. ഇവിടെ ആകെ കൂടി ഭയങ്കര ചർച്ചയും പ്രസ്ഥാനങ്ങളൊക്കെ വന്നിരുന്നു. ഇത്ര കാലം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ താലിബാനായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുതലിറക്കിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഇപ്പൊ താലിബാൻ അഫ്ഗാനിസ്ഥാൻ. അറിയോ നിങ്ങൾ? അവിടെ നന്നായിട്ട് അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. ചൈന അവിടെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഈ ചൈനയെ നേരിടണമെങ്കിൽ അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന അത്തരം മാറ്റങ്ങളിലൂടെ ഇനി ഹമാസിനെ, കാരണം റഷ്യയുടെ അടുത്തേക്ക് പോയി, ചൈനയുടെ അടുത്തേക്ക് പോയി, ഇയാള് ട്രംപ് തീരുവണ്ടെന്നല്ലോ, 100% തീരുവ. ഈ തീരുവെന്താ നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ ഇവിടുന്ന് കുറെ സാധനം കൊടുത്തയക്കുന്നുണ്ട്, ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്, നമുക്ക് ലാഭം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ 150 റുപ്യക്ക് കിട്ടുന്ന സാധനം നമ്മളെ സാധനം 110 റുപ്യക്ക് കിട്ടും. അപ്പൊ നമുക്ക് ലാഭമാണ്. 10-60 റുപ്യക്ക് നമ്മളെ മാർക്കറ്റിൽ പോണ സാധനം അമേരിക്ക പോയാൽ 100-125 റുപ്യക്ക് കിട്ടും, ആളുകൾ വാങ്ങും. അപ്പൊ അത്രയും പൈസ ലാഭം കിട്ടുമല്ലോ. അങ്ങനെ വിദേശ നാണ്യം കൂടുതൽ ഇന്ത്യയിലേക്ക് വരും. നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോ ഇതുമ്മലാണ് ആര് കടന്നു പിടിച്ചത്? മിസ്റ്റർ മോഡി കടന്നു പിടിച്ചത്. അല്ല, ട്രംപ് എന്താ പറഞ്ഞു? നിങ്ങളെ സാധനം അവിടുന്ന് കൊണ്ടുവന്നിട്ട് 110 റുപ്യക്കല്ല, 200 റുപ്യക്ക് വിൽക്കാൻ പറ്റുള്ളൂ. 200 റുപ്യക്ക് വിൽക്കാൻ പറ്റുള്ളൂ. 100% തീരുവ. 100 റുപ്യന്റെ സാധനം 200 റുപ്യക്കാണ് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ സാധനം അവിടെ തന്നെ എന്തുണ്ട്? 125 റുപ്യക്ക് 130 റുപ്യക്കും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടുന്ന് കയറ്റി അയച്ച സാധനം വാങ്ങാൻ നിൽക്കും ആൾക്കാർ? ഒരിക്കലും വാങ്ങാൻ നിൽക്കില്ല. അവരെന്ത് ചെയ്യും? അവരുടെ നാട്ടിൽ കിട്ടുന്ന സാധനം വാങ്ങും. നമ്മളിപ്പോ ഇവിടെ വരുന്ന സാധനങ്ങൾ എപ്പോഴാണ് വാങ്ങാം? കിട്ടുന്ന പല സാധനങ്ങളിൽ വില കുറഞ്ഞതും എന്നാൽ അതേ ഗുണമേന്മയുള്ളതുമായ സാധനം വില കുറഞ്ഞു കിട്ടുമ്പോൾ അതാണ് നമ്മൾ വാങ്ങുക. അങ്ങനെയാണ് വിദേശ നാണ്യം നന്നായിട്ട് വർദ്ധിക്കുക. അവിടെ കടന്ന് പിടിച്ച് ട്രംപ് അതുമല പിടിച്ചിട്ടാണ് അതിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ധാരാളം പ്രതിസന്ധികളുണ്ട് ഇന്ത്യയിൽ. ഇത് വിശദാംശങ്ങളെ നമ്മൾ കൊണ്ടാണ് അവിടെ വെച്ചിട്ടാണ് ഒട്ടനെ നമ്മള് ഒരിക്കലും ഒരൊറ്റ പോക്ക് ചൈനയിലേക്ക് നരേന്ദ്രമോദി, അതിന്റെ ഒപ്പം തന്നെ റഷ്യയിലേക്ക്, അതിന്റെ ഒപ്പം ഖത്തറിനെ കൊണ്ടുവന്ന് ദമ്മിമേനൊക്കെ അവിടെ വിളിച്ചിട്ട് വമ്പിച്ച സ്വീകരണം കൊടുത്ത്, ഖത്തർ ഫൗണ്ടേഷനൊക്കെ ഡൽഹിയിൽ ഓഫീസൊക്കെ തുറന്നു കൊടുത്ത്, നമ്മൾ വിചാരിക്കാത്ത, കാരണം നമ്മൾ ഈ പറയുന്ന ഈ കൃസംഖികളും സംഖികളും ഒക്കെ കൂടിയിട്ട് ആകെ കൂട്ടി ചവിട്ടി മെതിച്ച് കുടച്ചു മറിച്ച് വർഗീയ സാമുദായിക ജാതീയ മത പക്ഷപാതിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കൂടി ഫൈനൽ കളിക്കേണ്ടി വന്നല്ലേ? കപ്പ് വാങ്ങി. ഞാൻ പറയുന്നത് കപ്പ് വാങ്ങാതിരി, കപ്പ് ആരെ കൊടുത്തു എന്നല്ലേ? കളിക്കാതെ, അല്ലെങ്കിൽ കളിക്കാതിരിക്കണം. ധൈര്യപൂർവ്വം കളിക്കാതിരിക്കണം. ഞങ്ങളില്ല പാകിസ്ഥാനായിട്ട് കളിക്കേണ്ടി വന്നു. കാരണം എന്താ? ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങളാണ്. ആ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് കളിക്കാതിരുന്നാൽ പിന്നെ കളിക്കാൻ പറ്റൂല. ഒറ്റക്ക് ഇവിടെ കുത്തിരുന്ന് കളിക്കേണ്ടി വരും. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ കളി പൈസമ്മലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു സെക്കൻഡിന് 15 ലക്ഷം റുപ്യാണ് ഒഴുകണതെന്ന്, ഒരൊറ്റ സെക്കൻഡിന്. സോണിയും അതുപോലെ തന്നെ ഇതിന് സംപ്രേഷണാവകാശം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറഞ്ഞാൽ ഫിഫക്ക് പോലും കിട്ടാത്ത വണ്ണമുള്ള അപ്പൊ പണം എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് വേണ്ടിയിട്ട് അവിടെ പിന്നെ രാജ്യസ്നേഹമല്ല, രാജ്യസ്നേഹം മൂത്ത് വഴുത്തിങ്ങനെ നിൽക്കണമെങ്കിൽ പാകിസ്ഥാനാണോ? കളിയില്ല. പോയി മണിയൊക്കെ നിങ്ങള് ഞങ്ങൾക്ക് ഏഷ്യ കപ്പും വേണ്ട, ഒരു കപ്പും വേണ്ട പാകിസ്ഥാൻ വേണ്ടെങ്കിൽ ഒരു കൃസംഖ്യം പറഞ്ഞിട്ടില്ല, ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അതല്ലേ പറയേണ്ടത്? ക്യാപ്റ്റന് കൈയ്യെടുത്തില്ല. അങ്ങോട്ട് ചില്ലറ വിവാദങ്ങൾ, മുളകിട്ടിട്ടില്ല, ഉപ്പേരില്ല, ചമ്മന്തിയിലും മുതലല്ല എന്നൊക്കെ പറയുന്നത് പോലെ അവസാനം പഴം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മുടെ ക്യാപ്റ്റന്മാര് കാണിക്കണ കൈയ്യെടുക്കാതെ പോയി, എന്നിട്ട് അത് മഹാസംഭവം, കപ്പ് വാങ്ങിയില്ല. കളിക്കാതിരിക്കലാണ്. അതാണ് കളിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതാണ് ലോകത്തിന്റെ ഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ.
അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പണി അതെന്നത്. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി വളരെ വലിയ സ്വഭാവത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വലിയ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോ ഈ ഗസയിലെ തൂഫാനുൽ അഖ്സ, ആ ഫലസ്തീൻ എന്ന് പറയുന്നത് ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഘട്ടത്തിൽ യുണൈറ്റഡ് നേഷന്റെ അകത്തളങ്ങളിൽ ഫലസ്തീനെ വിഭജിച്ച് ഇസ്രായേലിന് നൽകിയ ബ്രിട്ടൻ അംഗീകരിച്ചുകൊണ്ട് പുതിയ പ്രമേയവും പുതിയ അംഗീകാരവും ഫലസ്തീൻ ഉണ്ടാവണം. ഇതിനായിരുന്നു അവര് പറഞ്ഞിരുന്നത്. നിങ്ങൾ ഹമാസ് പറഞ്ഞ വർത്താനം കാര്യങ്ങള് ഇപ്പത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഫലസ്തീൻ ഇല്ല, ബൈത്തുൽ മുഖദ്ദസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുക്കും? ഗംഭീരമായ പോരാട്ടം. ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ പിൻബലമുള്ള മൊസാദിനെയും അതിന്റെ IDF എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളുമുള്ള സംഘത്തെ നിഴലിൽ നിർത്തി പൊതുജനങ്ങൾ ഇങ്ങനെ കൊന്നിട്ട് ഭയപ്പെടുത്തി ഭീരുക്കളാക്കി വെള്ളവും ഭക്ഷണവും ഒക്കെ തടഞ്ഞ് പട്ടിണിക്കിട്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഖുർആന പറഞ്ഞ വർത്താനം അതാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ക്ഷമ കൊണ്ട്, സബർ എന്ന് പറഞ്ഞിട്ടോ. സബർ എന്ന് പറഞ്ഞാല് ഒക്കെ ഇസ്രായേൽ പറയുന്നത് കേട്ട്, അമേരിക്ക പറയുന്നത് കേട്ട്, ബ്രിട്ടൻ പറയുന്നത് കേട്ട്, ഇവിടെ ഉള്ള വിവരമുള്ളവനും വിവരമില്ലാത്തവനൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാ കയറി കളിച്ചത്, നിങ്ങൾ വെറുതെ നിന്നോണ്ടല്ലേ, അതുകൊണ്ട് ഇസ്രായേൽ ഉണ്ടായിക്കോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിന് സമ്മതം കൊടുത്ത് അതാണ് വിട്ടുവീഴ്ച ചെയ്ത്. വിട്ടുവീഴ്ച ചെയ്യരുത്, നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുക. ഇത് തെമ്മാടി രാഷ്ട്രമാണ്, ഇത് കള്ളരാഷ്ട്രമാണ്, ഇത് കപടരാഷ്ട്രമാണ്. ആ ലോകത്തിന്റെ ധാർമ്മിക, സാമൂഹിക, ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വേണോ വേണ്ടേ എന്നുള്ള ചർച്ച വന്നാൽ പലസ്തീനികൾ അംഗീകരിച്ചാൽ മാത്രമേ ഇസ്രായേൽ ഉണ്ടാവുള്ളൂ. അത്രയും അല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ വെച്ചിട്ട് ഉപേക്ഷിക്കപ്പെടേണ്ട, നശിപ്പിക്കപ്പെടേണ്ട രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒരു ഉണ്ടായതുകൊണ്ട് ശരിയാകേണ്ട രാഷ്ട്രങ്ങൾ ഇങ്ങനെ, ഞാൻ ഇതിന്റെ ആ സംഗതികൾ ഇവിടെയാണ്. ആ സംവിധാനത്തിനെതിരെ ഏറ്റവും ഗംഭീരം ഹമാസ് അതാ പറഞ്ഞത്. ഞങ്ങൾ അന്ന് നമ്മുടെ ഇവിടെ നിന്നിട്ട് പറയണം. അപ്പൊ അല്ലെന്ന് പറഞ്ഞ പോലെ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളെ നമ്മൾ ഭയം കൊണ്ട് പേടിപ്പിക്കും, പേടി കൊണ്ട് പേടിപ്പിക്കുന്നു. പല നബലുവന്നക്കും ഭയം കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കും, വിശപ്പ് കൊണ്ട് പേടിപ്പിക്കും, വിശപ്പ് കൊണ്ട് പേടിപ്പിക്കും. നിങ്ങളുടെ സമ്പത്ത്, കെട്ടിടങ്ങൾ, പള്ളികൾ, ആശുപത്രികൾ, യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ഒരു സമൂഹത്തെ നിലനിർത്താൻ പ്രാണി നൽകുന്നതിന്റെ ഭൗതിക സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മാണിയമ്പലങ്ങാടികൾ വരുമോ, ടാങ്കുകൾ വരുമോ, എന്നിട്ട് ഈ കടകളൊക്കെ ബുൾഡോസർ വെച്ചിട്ട് അതെന്നെട്ടപ്പോ ആസാമിൽ കിടക്കണത്. ഇന്നിപ്പോ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനുണ്ട് മുഹമ്മദ് ഷാഹിദ്, മികച്ച കളിക്കാരനായിരുന്നു മുഹമ്മദ് ഷാഹിദ്. ഈ ഒളിമ്പിക്സിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച അന്ന് കപ്പൊക്കെ വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട് യുപിയിലെ വാരാണസിയിൽ നിന്ന് യോഗി ഗവൺമെന്റ് ബുൾഡോസർ വെച്ചുകൊണ്ട് പൊളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത യൂട്യൂബിലാണ് വന്നിട്ടില്ല. ഞാൻ ശരി തെറ്റിഞ്ച് നാളെ കുറച്ചേരം നമുക്ക് മനസ്സിലാവുള്ളൂ, വന്നിട്ടുണ്ട്. പക്ഷെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൊളിക്കുന്നതൊക്കെ ഒന്നുകിൽ മുസ്ലിങ്ങളുടേതാണ്, അല്ലെങ്കിൽ ദലിതുകളുടേതാണ്, അല്ലെങ്കിൽ പിന്നോക്ക വർഗങ്ങളുടേതാണ്. ഒരേ പ്രദേശത്ത് മുസ്ലിങ്ങളുടേത് മാത്രമാണ് അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് യോഗി, അതുപോലെ തന്നെ ആസാമിലെ ഹേമന്ത് ബിശ്വാസ് തുടങ്ങിയവരൊക്കെ തന്നെയും ബുൾഡോസർ. ഇത് ഇസ്രായേലിനെ ചാണിന് ചാണും മുഴത്തന് മുഴവും സംഘപരിവാർ. ഇന്നലെ മറ്റേ AICLന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കർണാടകയിലെ പ്രശസ്ത നടൻ പ്രകാശ് രാജ് അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലൊക്കെ സയഡിസം എന്ത് ചെയ്യുന്നു എന്ന് കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ സംഘപരിവാരൻ. ഇന്ത്യയിലെ സംഘപരിവാരൻ അവിടെയുള്ള വംശഹത്യ വിജയകരമാണെങ്കിൽ അതേപോലെ ഇന്ത്യയിലും അത് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് RSS ട്രൗസർ ഇട്ടിട്ട് അമ്പലത്തിന്റെ നടുവിലും ഗ്രൗണ്ടിലും ഒക്കെ ഇരുന്നിട്ട് പഠിപ്പിക്കുന്നത് എന്തിനാ? കള്ളുഷാപ്പിനെതിരെ സമരം ചെയ്യാനാ? ആണോ? മയക്കുമരുന്നിനെതിരെ സമരം ചെയ്യാനാ? ഇവിടെ നടക്കുന്ന കൈക്കൂലിക്കും കള്ളക്കച്ചവടത്തിനുമെതിരെ സമരം ചെയ്യാനാ? പെണുവാണിപത്തിനും സ്വവർഗരതിക്കെതിരെ സമരം ചെയ്യാനാ? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു തിന്മയ്ക്കെതിരെ സമരം ചെയ്യാനാ? ഈ മുസ്ലിം നിന്റെ ശത്രുവാണ്, ഈ ക്രിസ്ത്യാനി നിന്റെ ശത്രുവാണ്, ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നിന്റെ ശത്രുവാണ്. നമ്പർ 1 മുസ്ലിമാണ്. അതുകൊണ്ട് അവനെ വളരെ പിഞ്ചു പൈതലായിരിക്കെ തന്നെ, ചെറിയ കാലത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വിഷങ്ങൾ നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ മനസ്സിൽ കൊണ്ടുപോയി കൊടുത്ത് ആ കുട്ടികളെ അടുപ്പിക്കാൻ ആവശ്യമായ എന്താ പറയാ, ബാലഗോകുലം നടത്തുന്ന മറ്റേ ജാഥ ഉണ്ടല്ലോ, എന്താ പറയാ, ശ്രീകൃഷ്ണജയന്തിന് RSS പരിപാടിയാണത്. ആ ബാലഗോകുലം എന്ന് പറഞ്ഞാൽ അതൊരു സെക്യുലർ സാധനമല്ല, അതൊരു ധാർമ്മിക പ്രസ്ഥാനമല്ല. മറിച്ച് കേരളത്തിന്റെ സെക്യുലർ അന്തരീക്ഷത്തിൽ വളരാൻ, വെള്ളം കുടിക്കാൻ പ്രയാസപ്പെട്ട
ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളിലെ കേരളത്തിലാട്ടോ. നമ്മൾ പഠിക്കണം. ഏറ്റവും കൂടുതൽ ശാഖകളിലെ ഏറ്റവും വലിയ ശാഖകളുടെ നിലമ്പൂരാ. ഏറ്റവും വലിയ ശാഖകളുടെ നിലമ്പൂരാ. പിന്നെ താനൂര്, പടിഞ്ഞാറ് തിരൂരൻ ഭാഗങ്ങളിലാണ്. കേരളത്തിലൊക്കെ ഉണ്ട്. അതേപോലെ പാലക്കാട്, മഞ്ചേശ്വരം ഭാഗത്ത് ഏറ്റവും സജീവമായി. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിട്ടും മംഗലാപുരം കേന്ദ്രീകരിച്ചിട്ടും ഭയങ്കരമായ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാരത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നേരിട്ട് നിങ്ങളോട് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സംഘപരിവാരൻ, ഒരു RSSകാരൻ ഒരു ധൈര്യമില്ല. വന്നിട്ട് ഇതാ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾ, ഇന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത്, ഇന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ അനുകൂലിക്കാത്തത്. ഈ എന്തോ ഒരു ബുദ്ധിപരമായ സംവാദം നടക്കുമല്ലോ, ആശയപരമായ കൈമാറ്റങ്ങൾ നടക്കുമല്ലോ. ഒരിക്കലും ഒരു സംഘത്തിന്റെ ഇരുട്ടിലൂടെ നുഴഞ്ഞു കയറി വൈറസും ബാക്ടീരിയൊക്കെ കയറുന്നത് പോലെ, അൾസറും ക്യാൻസറും ഒക്കെ പിടിപെടുന്നത് പോലെ, സിഫിലിസ് ഒക്കെ പിടിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിന്റെ അവയവങ്ങളിൽ കടന്നു കയറി അവിടെ പിടിമുറുക്കിയതിനു ശേഷം ശരീരം അറിയുള്ളൂ. ഗവർണർ അതാണ്, സുപ്രീം കോടതി അതാണ്, ഇന്റലിജൻസ് മേധാവി അതാണ്, സൈനിക കമാൻഡർ അതാണ്, പോലീസിന്റെ DSP അതാണ്. ഒരിക്കലും നമുക്ക് വിവരം കിട്ടൂല. ക്യാൻസറൊക്കെ കയറിയാൽ അവസാനം വിവരം കിട്ടുള്ളൂ. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇപ്പൊ പിണറായിന്റെ ട്രംപിന്റെ ഒക്കെ പ്രതിസന്ധി. ഈ ബാക്ടീരിയ, വൈറസ്, മൊസാദിന്റെയും RSSന്റെ വൈറസുകൾ കേരളത്തിന്റെ ശരീരത്തിൽ അതിനെ നേരിടാൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. RSSനെ മൊസാദിനെ ഒന്നും കൈകാര്യം ചെയ്യാൻ അതിനെന്ത് വേണം? നല്ല മൊറാലിറ്റിയുള്ള, നല്ല ധാർമ്മികതയുള്ള, അസാമാന്യമായ മൂല്യബോധമുള്ള, സത്യത്തിന്റെയും ധാർമ്മികതയുടെയും വിശുദ്ധിയുള്ള ഒരു സംഘത്തിന് മാത്രമേ സംഘപരിവാരത്തെയും സൈനികത്തെയൊക്കെ നേരിടാൻ പറ്റുള്ളൂ. അതിനെ ഓരോരുത്തവിടെ എന്താ നിങ്ങൾ അങ്ങനെ നിങ്ങൾ നന്നാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ അളിഞ്ഞ് പുളിഞ്ഞ് പുഴുവരിച്ച് ദുർഗന്ധം വഹിച്ച് മയക്കുമരുന്ന്, കള്ളക്കടത്ത്, സ്വവർഗരതി, പോക്സോ, ബലാത്സംഗങ്ങള്, അനഗ്നത, ആഭാസത്തരങ്ങൾ, അങ്ങനെന്തല്ലോ സമൂഹങ്ങളെ അതിനാണ് നമ്മുടെ ഈ മൊബൈലും നെറ്റ്വർക്ക് ശൃംഖലകളും ഒക്കെ വേറൊന്നും നമുക്ക് തന്നിട്ടില്ലെങ്കിലും എല്ലാ അശ്ലീല ആഭാസത്തരങ്ങളിലേക്കും കൊണ്ടുപോയി വിശുദ്ധനും വിപ്ലവകാരിയും വിമോചകരും ഒക്കെ ആയിട്ട് നീ മാറുമോ? മാറാതിരിക്കണമെങ്കിൽ ഋതികാഫും തറാവിയും ധ്യാനവും തപസ്സും ഒക്കെ എന്ത് ചെയ്യണം? ഇതിന്റെ മുമ്പിൽ എന്നിട്ട് തൊട്ടടുത്തുള്ള പെൺകുട്ടി പോലും പെങ്ങളല്ല, അമ്മയല്ല, മകളല്ല, ഇണയല്ല, ചരക്ക് മാത്രമായി. നമ്മൾ നേരത്തെ പറഞ്ഞ ലിബറലിസ്റ്റ് വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, ആണും പെണ്ണും മാത്രമേ ഉള്ളൂടോ, അതുകൊണ്ട് നിനക്കെന്താണോ ചെയ്തുകൂടാത്തത്? നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയാനക ഇതും സൈനിസത്തിന്റെയും സംഘപരിവാരത്തിന്റെയും തന്ത്രമാണ്. അതുകൊണ്ട് നല്ല കരുത്തുള്ള ഒരു സംഘം. അതുകൊണ്ട് മറ്റതൊന്നും വേണ്ടെന്നൊന്നുമല്ല. ഈ കളിയൊക്കെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘപരിവാരം ഉൾട്ടോസർ വെച്ചിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഗസ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ അതിഭീകരമായ സ്വഭാവത്തിൽ അവർ തകർത്തെറിഞ്ഞു. എന്നിട്ട് നമ്മൾ നോക്കവര് ഒരിടക്കലും പോകുന്നുണ്ടോ? അതിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ രക്തസാക്ഷിത്വത്തിന്റെയൊക്കെ ചരിത്രങ്ങൾ വായിച്ചാൽ അത്ഭുതപരതന്ത്രരായിട്ട് നമ്മൾ നിൽക്കും. ചിലർ പറയും ഖത്തറിൽ ഒരു സുഖമായിട്ട് ഈ ക്രിസംഗികളും സംഘപരിവാരൊക്കെ പ്രചരിപ്പിക്കുന്ന ഹമാസുകൾ അവിടെ ഇരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. ഡിപ്ലോമാറ്റിക് ചർച്ചകളും നയതന്ത്ര സമീപനങ്ങളും രാഷ്ട്രീയ പോളിസി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള ആളെയാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. ഈ ഇപ്പോൾ വധിക്കപ്പെട്ട ഇസ്മായിൽ ഹനിയ, സിൻവാർ, ഇവരൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. രക്തസാക്ഷിത്വത്തിന്റെ അവരാഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഇണകൾ, കുട്ടികൾ പോകുന്നത് പോലെ അവരുടെ ഇണകൾ 32, 60, 70 ഒക്കെ കുടുംബാംഗങ്ങൾ ഒരേ സമയം രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇയാൾ പറഞ്ഞു, ഈ ലേഖന എഴുതിയാൾ പറയാണ്, ഇസ്രായേൽ അവിടുത്തെ എംബസികളിലൊക്കെ കുമിഞ്ഞു കിടക്കാണ് പുറത്തേക്ക് പോകാനുള്ള വിസ. യൂറോപ്യൻ രാജ്യങ്ങളിലെ വിസ ചോദിച്ചതുകൊണ്ട് ഇസ്രായേലിയുടെ യഹൂദന്മാര് കണ്ടമാന അപേക്ഷകൾ കൊടുത്തിട്ട് ഇസ്രായേൽ എംബസികൾ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാ. ഗസക്കാരോടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിസ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും എംബസി പോയിട്ട് കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? പോണെന്ന് പറഞ്ഞിട്ട് പോണില്ല. ഇദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഗസ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പട്ടാളക്കാർ മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലുള്ള മനുഷ്യരെന്നെ ഗുളിക കുടിച്ചിട്ടാണ് കടന്നിറങ്ങണം. അറിയോ നിങ്ങൾ? മഹിളാ കൗൺസിലർമാരുടെയും സൈക്കോളജി വിദഗ്ധന്മാരുടെയൊക്കെ മുമ്പിലേക്ക് കുത്തൊലിക്കാട് ആളുകൾ എന്താണാവാൻ പോകുന്നത് അങ്ങനെ ഭയപ്പെട്ട് ഒരു ഈച്ചവാറെന്നത് കേൾക്കുമ്പോഴേക്കും പ്രധാനമന്ത്രി അടക്കം തുരങ്കങ്ങളിലേക്ക് പാടി രക്ഷപ്പെടുത്താൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം നമ്മൾ അതിജീവിക്കില്ല. ഗസ പോകുന്നില്ല, അവർ നിൽക്കുകയാണ്. അവർ ആത്മഹത്യ ചെയ്യുന്നില്ല, അവർക്ക് ഭ്രാന്തില്ല. ഇത്രയും വലിയ പരീക്ഷണത്തെ പോലും എന്തൊരു ശക്തിയിലാണ് അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
അവര് പറയുന്നു ഇൻഷാ അല്ലാഹ് നമുക്ക് നിരാശയൊന്നും വേണ്ട, 2 കൊല്ലം നമ്മൾ കാത്തിരിക്കുക. നമ്മളൊക്കെ എന്താ വിചാരിച്ചിരുന്നത്? ഇസ്രായേലായിട്ട് കയറി അടിച്ചാൽ 2 ആഴ്ച കൊണ്ട് ഒക്കെ കഴിഞ്ഞ് ഗസ ഭൂപടത്തുനിന്ന് പോയി മരുഭൂമിയിലേക്ക് താന്ന് അഗ്നിപർവ്വതം വന്ന് പൊട്ടി ഒലിച്ചതുപോലെ ഇനി പോരാട്ടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആരുടെയും പിൻബലമില്ലാത്ത ഗസ, അവരുടെ പിൻബലം മറ്റേതാട്ടോ. വല ഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുകയും നിങ്ങൾ ധാർമ്മികതയുള്ളവരുമാണെങ്കിൽ മാലാഖമാരെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. അക്ഷരാർത്ഥത്തിൽ വേറെ ആരും സഹായിക്കണില്ല, ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഇടപെടാൻ പോലും പറ്റാത്തവണ്ണമുള്ള ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങളിലാണ് യുണൈറ്റഡ് നേഷൻ മുതൽ ഓരോ രാജ്യങ്ങളും കടന്ന് വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഈ പ്രതിരോധിക്കുന്ന സംഘം, അതുകൊണ്ട് ഇസ്രായേൽ 2027 വരുമ്പോൾ ഇനിയിപ്പോ അഥവാ സംഭവിച്ചാൽ ഗസയെ തകർത്തു നിങ്ങൾ വിചാരിച്ചോ, എന്നാലും പലസ്തീൻ അവസാനിക്കില്ല. പലസ്തീൻ ഇസ്രായേൽ ഉണ്ടോ, ഗസ അവിടെ ഉണ്ടാകും, ഹമാസ് ഉണ്ടാകും, മറ്റൊരു പ്രസ്ഥാനം അവിടെ ഉണ്ടാകും. ഇതിന്റെ മുഴുവൻ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു തലമുറ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ സയനിസത്തെ തെരഞ്ഞു വേട്ടയാടി മാപ്പ് പറയിക്കുന്ന ഘട്ടങ്ങളിലേക്ക് ലോകത്തിന്റെ കോടതിയെ കൊണ്ടുപോകാനുള്ള കരുത്ത് ഹമാസിന്റെ ഈ പോരാട്ടങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും ഗംഭീരമായിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചുപോയി അവസാനിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സകല മതങ്ങളും സകല മതപ്രസ്ഥാനങ്ങളും ഒക്കെ മതകീയമായ വർത്തമാനങ്ങൾ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു, ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരണം എന്നാണ് അർത്ഥം. ദൈവാനുസരണം, ദൈവത്തെ മാത്രം അനുസരിക്കുക. ദൈവം പറഞ്ഞ കാര്യം ആര് പറഞ്ഞാലും കേൾക്കാം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാലും BJP പറഞ്ഞാലും അമേരിക്ക പറഞ്ഞാലും അറബി പറഞ്ഞാലും RSS പറഞ്ഞാലും ഒക്കെ കേൾക്കാം. അള്ളാഹ് പറയാത്തൊരു കാര്യം ആര് പറഞ്ഞാലും കേൾക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും കേൾക്കാം. കാരണം അത് പ്രകൃതി വിരുദ്ധമായിരിക്കും, ധാർമ്മിക വിരുദ്ധമായിരിക്കും, മനുഷ്യത്വ വിരുദ്ധമായിരിക്കും. പ്രപഞ്ചത്തിലെ പരമാണു മുതൽ ഈ മഹാപ്രപഞ്ച സംവിധാനത്തിന് പോലും എതിരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് ചെയ്യാൻ പാടില്ല. ദൈവത്തെ മാത്രം അനുസരിക്കണം. എന്തിനനുസരിക്കണം? ജമാഅത്തെ ഇസ്ലാമി അല്ല ഇസ്ലാം. ഈ മുഹമ്മദും അബ്രഹാമും യേശുവും മോശായും ബുദ്ധനും ജൈനനും ഋഷിമാരും മുനിമാരും എല്ലാം പറഞ്ഞത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, ഈശ്വരനെ അനുസരിക്കുക. അതിന്റെ ധാരാളം വിശദീകരണത്തിലേക്ക് നമ്മളെ ഏതായാലും അവനനുസരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടുത്തെ നമ്മൾ ശ്വസിക്കുന്ന വായു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് നമ്മളിത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് UDF-ലുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ശ്വസിക്കുന്നത്. ഹിന്ദുക്കളൊക്കെ കൂടി തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ കുടിക്കുന്നത്, വെള്ളാക്കിയത്. ഒരിക്കലും അല്ലല്ലോ. നമ്മുടെ മുകൾ നമ്മൾ ചവിട്ടി നിൽക്കുന്ന വണ്ണം നമ്മുടെ ഈ മഹാപ്രാപഞ്ചിക സംവിധാനങ്ങളിലൊന്നും ആർക്ക് പങ്കില്ല. ഒരാൾക്കൊരു പങ്കില്ല, ഒരു പാർട്ടിക്ക് ഒരു പങ്കില്ല, ഒരു മതത്തിനും ഒരു പങ്കില്ല. ശാസ്ത്രത്തിനും സമ്പത്തിനും സാങ്കേതികത ഒരു മുടി, ഒരു തലമുടി ആരുണ്ടാക്കിയത് നിങ്ങൾ വിചാരിക്കണത്? ആരുണ്ടാക്കിയത്? കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കി തന്ന, കോൺഗ്രസ് ഉണ്ടാക്കി തന്ന, BJP, ജമാഅത്തെ ഇസ്ലാമിയ, സുന്നിയ മുജാഹിദോ, മുസ്ലിങ്ങൾ അറബികളോ കൂടി ഉണ്ടാക്കിയത്? അത് അമേരിക്കയും അറബികളും കൂടി ഇന്ത്യക്കാരും കൂടി ആലോചിച്ചുണ്ടാക്കിയത് ഒരു മുടി അല്ലല്ലോ. ബോഡി വേസ്റ്റ് ആണെന്നാ പണ്ട് പിണറായി എങ്ങനെയാ പറഞ്ഞത്? മറ്റേ ചർച്ച വന്നപ്പോ മുടിയും പൊടിയും തൊപ്പിയൊക്കെ ഭയങ്കര ചർച്ച ഉണ്ടല്ലോ. അവരെ വിശുദ്ധന്മാരെ കുപ്പിയിലാക്കി, പൊടിയിലാക്കി, പാത്രത്തിലാക്കി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ച അങ്ങനെയുണ്ടല്ലോ. അവരുടെ വിപ്ലവങ്ങളും വിമോചനങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം അതിന്റെ തിരുശേഷിപ്പുകളിൽ അഭയം പ്രാപിക്കുന്ന, അങ്ങനെയാണ് ശ്രീകണ്ഠ ജയന്തി വരുന്നത്, അങ്ങനെയാണ് ക്രിസ്മസ് വരുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ തരത്തിലേക്ക് നബിദിനങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞെത്തുന്നത്. മറിച്ച് അവരുടെ വിപ്ലവകരമായ ദൗത്യങ്ങൾ, ചരിത്രത്തിൽ അവർ പ്രയോഗിച്ചിട്ടുള്ള ഉജ്ജ്വലമായ സമരങ്ങൾ, കംസനെതിരെയുള്ള പോരാട്ടം, ഫറോവയ്ക്കെതിരെയുള്ള പോരാട്ടം, റോമിനും പേർഷ്യയ്ക്കുമെതിരെയുള്ള പോരാട്ടം, ചരിത്രത്തിലെ സകല സാമ്പത്തിക, സാംസ്കാരിക, മനുഷ്യത്വ വിരുദ്ധ പ്രവണതകൾക്കെതിരെ മുഴുവൻ സമരം നടത്തിയിട്ടുള്ള ഈ മഹാവ്യക്തിത്വങ്ങൾ ഒക്കെ ഉണ്ടോ? അവരെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ചെറിയ മുടി, തിരുശേഷിപ്പാടുന്നത് മുടി എന്ന് പറയുന്നത് പോലും ദൈവം തമ്പുരാൻ തന്നതാണ്. അതില്ലെങ്കിൽ പിന്നെ ആരുണ്ടാക്കി തരുന്ന നിങ്ങൾ കരുതി? ഇനിയിപ്പോ നമ്മള്, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാ യുഹന്നാസ് എന്ന് വിളിക്കുന്ന ഖുർആൻ പല സ്ഥലത്തും യാ അയ്യുഹൽ ഇൻസാൻ, എടോ മനുഷ്യ എന്ന് പറഞ്ഞാൽ എടോ സലീം എന്നാണ് വിളിക്കുന്നത്. എന്നെയാണോ വിളിക്കുന്നത്? എടോ സലേം, എടോ നമ്മുടെ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി, മിസ്റ്റർ നരേന്ദ്രമോദി, അതുപോലെ മിസ്റ്റർ മമ്മൂട്ടി, മിസ്റ്റർ മോഹൻലാൽ, മിസ്റ്റർ ഇലോൺ മസ്ക്, മിസ്റ്റർ റോബർട്ട് മർഡോക്, മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. യാ അയ്യുഹൽ ഇൻസാൻ, എടോ മനുഷ്യ. അവിടെ പേരിടാൻ പറ്റൂലല്ലോ. എല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും ഒരൊറ്റ മനുഷ്യനായി. എന്നിട്ട് അവരോട് എടോ ഈ എന്നെ കുറിച്ചൊന്നും ആലോചിക്കണ്ടോ? ഇത് ഇന്നലെ ഉണ്ടോ?
ഇനിയിപ്പോ നാളെ ഉണ്ടാകാൻ പോകുന്നുണ്ടോ? എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കോടികൾ ഫോളോവേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ മഹാവതാരമാണ്, ചങ്കാണ്, അല്ലെങ്കിൽ പങ്കാണ്, പൂവാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ ഹീറോയാണ്, ഞങ്ങളുടെ ദേശത്തിന്റെ പര്യായമാണ് എന്നൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയകളിൽ എന്താ സംഭവിക്കാൻ പോണത്? എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ് AKG-യും EMS ഒക്കെ. ഇന്നിവിടെ പുതിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് വല്ല ഓർമ്മ ഉണ്ടാവും? പുതിയ തലമുറയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ മൗലൂദൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് CPM. EMS അനുസ്മരണ സെമിനാർ, അത് മൗലൂദ് തന്നെയാണ്. കാരണം EMS-നെ ഭാവികാല ചരിത്രത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങളാണ്. പക്ഷെ പിണറായിയാണ് ഈ കാലഘട്ടത്തിലെ ഹീറോ. പിണറായി ഇന്നലല്ല, നാളെ എന്താവാനും പോണില്ല, ഉറപ്പല്ലേ നമുക്കൊക്കെ. നരേന്ദ്രമോദി കേരള 75 കൊല്ലമായിട്ട് മമ്മൂട്ടി മുതൽ ചിത്ര വരെ സന്തോഷം. ഇയാൾ ആരായിരുന്നു? ഇയാൾ എന്തായിരുന്നു? ഇയാൾ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്ത് വന്നത്? ആരുടെ റിമോട്ടും പ്രഭോട്ടുമാണ് ഇയാൾ രംഗത്ത് വരാനുള്ള കാരണം? ഇയാൾ നെഹ്റുവിനെ പോലെയാണോ? ഗാന്ധിജിയെ പോലെയാണോ? അബുൽ കലാം ആസാദിനെ പോലെയാണോ? ഇന്ത്യയിലെ മഹാരഥന്മാരായ പഴയ നേതാക്കന്മാരുടെ എത്ര അടുത്തേക്ക് നരേന്ദ്രമോദിയെ നമുക്ക് കൊണ്ടുപോയിട്ട് വെക്കാൻ കഴിയും? പ്രധാനമന്ത്രി നമുക്ക് അംഗീകരിക്കാം. പക്ഷെ മഹാരഥന്മാരായ വൈജ്ഞാനിക പടുക്കളും ത്യാഗികളും പോരാളികളും വാഗ്രഗണ്യന്മാരുമായ അവരുടെ ഒന്നും. പക്ഷേ അദ്ദേഹത്തിന് മമ്മൂട്ടി ജന്മദിനമാണ് 75 കൊല്ലം. 75 കൊല്ലം എല്ലാ മീഡിയയിലും നിറഞ്ഞിക്കുമ്പോൾ നമ്മൾ കരുതും, ഓ നരേന്ദ്രമോദി ഇന്ന് തീരും. ഇപ്പൊ തന്നെ RSS സിഗ്നൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയണേക്കുന്നുണ്ട്. അധികം ഒന്നും പടച്ചിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കണ്ട, ഇത് തീരാൻ പോവാണ്, ഇനി ആള് വേറെ മാറി വരും. അതിനൊക്കെയുള്ള അതിനെ അതിജയിക്കാൻ ഞാൻ അധികാരം പിന്നെ ഒരു എന്താണ് പറയാ, അലങ്കാരവും ആഘോഷവും ആഡംബരമൊക്കെ ആയിട്ട് മാറിയാ പിന്നെ ഒരു വമ്പരും അതിൽ ഇറങ്ങിപ്പോകാൻ തോന്നില്ല. നിങ്ങൾ ഇസ്ലാമും ഹിന്ദുത്വം തൊഴിലാളി മുതലാളി കമ്മ്യൂണിസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരം ആഡംബരമാണ്, അധികാരം ആഘോഷമാണ്, അധികാരം എല്ലാറ്റിന്റെയും അർമാദങ്ങൾ നടത്താൻ പറ്റിയ ഒരു സാധനം. ഇറങ്ങൂല. ഞാൻ പറഞ്ഞത് അദ്ദേഹവും ഇന്നലല്ല, നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല നാളെ. നിങ്ങളൊക്കെ അത് ഇന്നലങ്ങളില്ല, നാളെങ്ങളുണ്ടാവും. ഇത് ഞാനും നിങ്ങളൊക്കെ അങ്ങനെ ഇപ്പൊ ഓരൊക്കെ വിടുക. നമ്മൾ സാധാരണക്കാര് മയ്യത്തായിട്ട് ഓരോ ദിവസം പോണില്ലേ? നമ്മൾ ശവസംസ്കാരത്തിന് വേണ്ടി നമ്മളൊക്കെ ചിതയിലേക്ക് എടുക്കണില്ലേ? നമ്മൾ കൊണ്ടുപോയി കുടിയിലേക്ക് താഴ്ത്തുന്നില്ലേ? സെമിനാറുകളിൽ അടക്കണില്ലേ? ഇന്നലെ ആരായിരുന്നു അവർ? നാളെന്താണ് അവരുടെ അവസ്ഥ? ഇന്ന് മാത്രം ജീവിച്ച ഇവരെ ഗംഭീരന്മാരാണ് നമ്മൾ അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ കുറെ സ്ഥലത്ത് വിളിച്ചാൽ താരൽ ഇൻസാൻ. എന്നിട്ട് അള്ളാഹു ചോദിക്കണം, ഇൻസാൻ, എടോ മനുഷ്യ, ഈശ്വരന്റെ കാര്യത്തിൽ, കർത്താവിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ ആരാണ് നിന്നെ വഞ്ചിച്ചത്? നിന്റെ പാർട്ടിയാണോ? നിന്റെ മതസംഘടനയാണോ? നിന്റെ സമ്പത്തും ശാസ്ത്രവും കലയും സാഹിത്യവും സംവിധാനങ്ങളും ഒക്കെയാണോ? ലിബറലിസവും സിയോളിസവും ഇമ്പീരിയലിസവും ക്യാപിറ്റലിസവും ഒക്കെ വന്നിട്ട് നീ ദൈവത്തെ വിസ്മരിച്ചോ? എന്നിട്ട് ഖുർആൻ വിളിക്കുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ, എടോ മനുഷ്യ. അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിയാണ് ഖുർആൻ വിളിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും സംഘടന, ഏതെങ്കിലും മതത്തെ, ഏതെങ്കിലും സമൂഹത്തിനെ അല്ല. ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യരും അവസാനം എത്താൻ പോണത് എന്റെ മുമ്പിലേക്കാണ്. ഇവിടെ വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോണില്ല. ഖുർആൻ എടുക്കാം, ഇഞ്ചീൽ എടുക്കാം, തൗറാത്ത് എടുക്കാം, ധർമ്മപദം എടുക്കാം, സന്തവസ്ഥ എടുക്കാം, അതുപോലെ തന്നെ തിരുക്കുറൾ എടുക്കാം. ലോകത്തെ ഏത് വേദങ്ങളും എടുത്ത് പരിശോധിച്ചോ, മനുഷ്യന്റെ ജീവിതം ജനനമരണങ്ങളോട് ഒടുങ്ങുന്ന ഒന്നല്ല. അവന്റെ ജീവിതം ദൈവത്തിന്റെ വരദാനമാണ്, അള്ളാഹുവിന്റെ സമ്മാനമാണ്, ഈശ്വരന്റെ കാരുണ്യമാണ്. നിന്റെ ജനനവും മരണവും തീരുമാനിച്ചത് പോലും അവനാണ്. നീ ജനിക്കണമെന്ന് നീ തീരുമാനിച്ചതല്ല, നിന്റെ കുടുംബം തീരുമാനിച്ചതല്ല, നിന്റെ സംഘടന തീരുമാനിച്ചതല്ല. അങ്ങനെ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചിട്ട് നിങ്ങൾ കൂട്ടിണ്ടായത്? അമേരിക്കയിൽ ഈ അടുത്തൊരു കേസ് വന്നിരുന്നു. ഒരു പെൺകുട്ടി കേസ് കൊടുത്ത് അച്ഛനും അമ്മയ്ക്കെതിരെ, ഞാൻ എന്റെ സമ്മതമല്ലാതെ എന്താ നിങ്ങൾ ഇന്നുണ്ടാക്കാൻ പോയത് എന്ന് വെച്ചിട്ട് അയാൾ കേസ് കൊടുത്ത്. എന്താ അച്ഛനും അമ്മയും ചെയ്യാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അച്ഛനും അമ്മ അങ്ങോട്ട് കേസ് കൊടുത്താൽ മതി. എന്റെ സമ്മതം ഞങ്ങളെ സമ്മതമല്ലാതെ ഞങ്ങളുടെ കുട്ടിയായിട്ട് ഈ എന്തിനാ പറഞ്ഞത്? ഇത് ഉണ്ടാകാൻ പോണ ഇതാണ് നീ തന്നതെന്നുള്ളൊക്കെ അറിയോ? അച്ഛനും അമ്മക്കും അറിയാം. ബാപ്പാക്കുമാക്കും ഗോഡ്സെയാണോ ഉണ്ടാകുന്നത്? അബൂലഹബാണോ ഉണ്ടാകുന്നത്? ഫറോവയാണോ ഉണ്ടാകുന്നത്? ഫാസിസ്റ്റാണോ നാസിസ്റ്റാണോ ഉണ്ടാകുന്നത്? ആർക്കറിയാം? അതല്ല വിശുദ്ധന്മാർ, പുണ്യാളന്മാർ, വിപ്ലവകാരികൾ, വിമോചകന്മാർ, ചരിത്രത്തിലെ അതിത്യാഗികൾ. ആരാണ് ജനിക്കാൻ പോണ കുട്ടി എന്നുള്ളത് കുട്ടിക്ക് പോലും അറിയില്ല. അത്രയും അറിവില്ലായ്മയിൽ നിന്ന് നിന്നെ ഞാനാണോ നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് നിന്നെ പരുവപ്പെടുത്തി ഈ സംവിധാനങ്ങളൊക്കെ തന്ന് അത്ഭുതകരമായ പഞ്ചേന്ദ്രിയങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന മനസ്സും മസ്തിഷ്കവും അതിന് പറ്റുന്ന സുന്ദരമായ ശരീരമൊക്കെ തന്നത് നീയുണ്ടാക്കിയതല്ല, ഞാനാണ്. ഞാൻ ഫലിപ്പിക്കട്ടോ, അഫ്രായിക്കുമാ തുന്നവും. നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിസർജ്യ ഒരു അണ്ടവും ബീജവും ചേർന്നിട്ടുള്ളൂ. ഒരു ബീജവും അണ്ടവും ചേർന്നിട്ടാണ് ആരുണ്ടാവുക?
ലോകത്തെ എല്ലാവരും ഉണ്ടായിട്ടുള്ളത്, മനുഷ്യന്മാരും ജന്തുജാനങ്ങളും. അതുകൊണ്ടാണ് അണ്ടാന്നാണ്, അണ്ടം എന്ന് പറഞ്ഞാൽ ഈ മുട്ടക്ക് കുറെ അണ്ടാന്നാണ്. അത് ഉമ്മയുടെ ഗർഭപാത്രത്തിലെ അണ്ടവും പുരുഷന്റെ ബീജവും ചേർന്നുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. മനുഷ്യനുണ്ടാകാൻ കാരണമായി തീർന്നിട്ടുള്ള ബീജത്തെക്കുറിച്ച് സൂറത്തുൽ വാഖിയ, മഹാസംഭവങ്ങൾ എന്ന വാഖിയ എന്ന് പറഞ്ഞാൽ അർത്ഥം കുറെ സംഭവങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു ചോദിക്കുന്നു, അഫറഅയ്തും മാ തുംനൂൻ, നീ വിസർജിക്കുന്ന മ്ലേച്ഛമായ, കാണുന്നതും അറിയുന്നതുമൊക്കെ മോശമായിട്ട് നീ ധരിക്കുന്ന ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് രൂപപ്പെടുന്ന ആ ബീജത്തെക്കുറിച്ച് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അന്തും തഖ്ലുഖൂനഹു, നീയാണോട് ആ ബീജങ്ങൾ ഉണ്ടാക്കിയത്? നിന്റെ ലബോറട്ടറി, നിന്റെ മതം, നിന്റെ ശാസ്ത്രം, നിന്റെ അധികാരം, നിന്റെ പാർട്ടി, നിന്റെ സംവിധാനങ്ങൾ, ആരാണ് നീ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ആ ബീജത്തെ സെറ്റ് ചെയ്തതാരാണ്? അതിന്റെ ഘടന നിശ്ചയിച്ചതാരാണ്? അല്ലാഹു പറയുന്നു, ഖലഖനാകും, ഞാനാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? ഫറഅയ്തും അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അതോ ഞാനാണോ സൃഷ്ടാവ്, നീയാണോ സൃഷ്ടാവ്? ദൈവം നമ്പുരാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈശ്വരൻ, കർത്താവ്, അല്ലാഹ് എന്നൊക്കെ പറയുന്ന അവനാണ് മുഴുവൻ സംവിധാനങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് നിർണയിച്ച് ദർശനം നൽകി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, നിങ്ങൾക്ക് ഇഹപര വിജയങ്ങൾ വേണോ? നിങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ കേൾക്കുക. വർഗീയോ സാമുദായികോ ജാതിയോ മതപരോ വംശീയോ ഒന്നുമല്ല കൽപ്പനകൾ. അങ്ങനെയാണെങ്കിൽ അത് പ്രക്ഷിപ്തമായിരിക്കും, കൂട്ടിയെഴുതിയതായിരിക്കും, അല്ലെങ്കിൽ വെട്ടിക്കുറച്ച് വക്രീകരിച്ചതായിരിക്കും. മറിച്ച് ദൈവിക നിയമങ്ങൾ വിശുദ്ധമായിരിക്കും. തമ്മത്ത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വഅദല, സത്യവും നീതിയുമാണ് ദൈവത്തിന്റെ കൽപ്പനകൾ, ഈശ്വരന്റെ വേദം, അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറയുന്നത്. ആ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ചെറിയ സംഘമായിട്ട് പോലും കഴിഞ്ഞ 75-ലധികം വർഷമായി ഇസ്ലാമിക പ്രസ്ഥാനം അപാരമായ ധൈര്യത്തോടുകൂടി കഴുകാനും തലോടാനും തണല നൽകാനും വലിയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഘട്ടത്തിലും ആദർശത്തിന്റെയും ആശയത്തിന്റെയും ദർശനത്തിന്റെയും പ്രയോഗങ്ങളുടെയും കരുത്തും വിശുദ്ധിയും കൊണ്ട് വാണിയമ്പലത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ നിങ്ങൾക്കറിയാലോ, ഈ കോയണ്ണി സാഹിബ് മുതൽ ഇതിന്റെ പ്രാദേശിക നേതൃത്വങ്ങൾ മുതൽ നിങ്ങൾക്കറിയാം എന്താണവർ, എങ്ങനെയാണവർ, എന്തിനാണവർ, എന്താണ് അവരുടെ അജണ്ടകൾ. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. നമുക്ക് ഒളിച്ചുവെപ്പുകളൊന്നുമില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഒളിച്ചുവെപ്പുകളുമില്ല. എല്ലാം തുറന്ന പുസ്തകമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്. ആ ജമാഅത്തെ ഇസ്ലാമി ദൈവികമായ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട്, പ്രവാചകന്മാരുടെ മാതൃകകളിൽ നിന്നുകൊണ്ട്, വിശുദ്ധ വേദങ്ങൾ പഠിപ്പിച്ച കൽപ്പനകളെ പിൻപറ്റിക്കൊണ്ട്, വ്യക്തിയും സമൂഹവും അങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്നുള്ള വലിയ ആഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. വരാനിരിക്കുന്ന നാളുകളെ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും നരേന്ദ്രമോദിയും ഒക്കെ അവരുടേതായ തലങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളെയും ലോകങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടങ്ങളിൽ കൂടുതൽ വിശുദ്ധമായ, കൂടുതൽ മൂല്യങ്ങളുള്ള, കൂടുതൽ നന്മകളുള്ള, മനുഷ്യത്വമുള്ള ലോകത്തുള്ള മനുഷ്യരിലെ 70-90% ആളുകളും നന്മയുടെ പക്ഷത്താണ് എന്ന് ഗസ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മൗനം കൊണ്ടും വീർപ്പുമുട്ടലുകൾ കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും പ്രതിരോധങ്ങൾ കൊണ്ടും ഗംഭീരമായ അവതരണങ്ങൾ കൊണ്ടും ലോകത്തുടനീളം സത്യവും നീതിയും മനുഷ്യത്വവും ആഗ്രഹിക്കുന്നവർ അത്തരം നിരകളിൽ അണിനിരക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയും കൂടുതൽ വിശുദ്ധിയും കൂടുതൽ ധാർമ്മികതയും വ്യക്തിക്ക് ഇഹലോകത്തും പരലോകത്തും വിമോചനവും മോക്ഷവും ലഭിക്കുകയും കൂടുതൽ സന്തോഷകരവും സൗകര്യപ്രദവുമായ ഒരു ലോകം, ഒരു ജീവിതം കെട്ടിപ്പിടിക്കുകയും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് പഠിച്ചും പറഞ്ഞും പ്രയോഗിച്ചും പ്രബോധനം ചെയ്തും നന്നായിട്ട് പ്രതിനിധീകരിച്ചും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വാണിയമ്പലത്തിൽ അതിന്റെ പ്രവർത്തകരെയും അതിന്റെ സംവിധാനങ്ങളെയും ഒക്കെ നിങ്ങൾ കുറച്ചുകൂടി അടുത്തറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങൾ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മെ, നമ്മുടെ നാടിനെ, നമ്മുടെ വീടിനെ, ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുടനീളം അക്രമങ്ങൾക്കും അനീതികൾക്കും അധർമ്മത്തിനും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടുതൽ തുറന്ന വിമോചനങ്ങളും സന്തോഷകരമായ അവസ്ഥകളും നൽകി ദൈവം നമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തുല്യതകളില്ലാത്ത നരമേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കരുണാവാരിധിയായ റബ്ബേ, നിന്റെ നീ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് നീ. എന്താണോ അതിന്റെ പരിണതി അത് നീ ഏറ്റവും ഉത്തമമാക്കണേ റഹ്മാനെ. ലോകത്തെ കുടിലന്മാരും വർഗീയവാദികളും മനുഷ്യത്വ വിരുദ്ധരും അപകടകാരികളും കുതർക്കികളും കുതന്ത്രജരുമൊക്കെയായിട്ടുള്ള എല്ലാ ഭരണകൂടങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ സംവിധാനങ്ങൾ
അതിൽ നിന്നൊക്കെ ലോകത്തെ, ഇന്ത്യയെ, കേരളത്തെ, നമ്മുടെ മലപ്പുറത്തെ, നമ്മുടെ വാണിയമ്പലത്തെ, നമ്മുടെയൊക്കെ വീടുകളെ, നമ്മുടെ മക്കളെ അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഇഹലോകത്തും പരലോകത്തും നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ ദലിതുകൾ, ഇവിടുത്തെ പിന്നോക്ക വർഗങ്ങൾ, പട്ടികജാതി വർഗങ്ങൾ പല അവഗണനകളും അനുഭവിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ വലിയ പീഡകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവെ അവർക്കും ഉറവികളും സഹായങ്ങളും നൽകി ഈ നാട്ടിൽ ഏറ്റവും നന്നായി സാഹോദര്യവും സമാധാനവും സന്തോഷവും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്തരീക്ഷങ്ങൾ നൽകി ഞങ്ങളുടെ മലപ്പുറത്തെ, ഞങ്ങളുടെ കേരളത്തെ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم ارحمنا، اللهم اغفر لنا، اللهم انصرنا، اللهم اعزنا يا ارحم الراحمين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد صلى الله عليه وسلم. والسلام عليكم ورحمه الله وبركاته.